Okay, sir. ഗ്രൂപ്പ് നമ്പർ എത്രയാ? Group number 6. ഒന്ന് എനിക്ക് പേര് പറഞ്ഞു തരണം കേട്ടോ. Okay, sir. ഗ്രൂപ്പ് 6. ഫസ്റ്റ് നെയിം ആദ്യം. First name Harishankar. ഹരിശങ്കർ. ഫുൾ നെയിം പറയണം കേട്ടോ. Harishankar. പിന്നെ റോൾ ഉണ്ടോ? Supita. ഹരിശങ്കറിന്റെ roll number. റോൾ ഉണ്ടോ? Harishankar roll number എത്ര Harishankar? റോൾ നമ്പർ അല്ല, റോൾ ഉണ്ടോന്ന്. റോൾ പേരിൽ റോൾ ഉണ്ടോന്ന്? Yes, sir. അല്ല, അതിലുണ്ട്. ഞാൻ നോക്കാതെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ പറഞ്ഞത് കേട്ടോ. ഇല്ല സർ. ഓക്കെ സർ. ഹരിശങ്കറിന്റെ റോൾ ഉണ്ടോ? നോ റോൾ ആണോ? ഒബ്സർവർ ആണ് സർ. ഒബ്സർവർ. ഓക്കെ. പിന്നെ ആരാ നെക്സ്റ്റ്? സർ സുബിത. 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 റോൾ എന്താ? റോളുണ്ട് സർ. എന്താണ്? ഒരു നെയ്ബറിന്റെ റോളാണ്. നെയ്ബർ. ഓക്കെ. നെക്സ്റ്റ് റമീസ്. രവി. റമീസ്. റമീസ്. സ്പെല്ലിംഗ് പറഞ്ഞേ. സ്പെല്ലിംഗ്. RAMEEZ. റമീസ്. ഓക്കെ. റമീസ്. റോൾ ഉണ്ടോ? റമീസിന് റോളുണ്ട്. എന്താണ്? ഫ്രണ്ട് ആയിട്ട്. ആരുടെ? ഹസ്ബൻഡിന്റെ. അല്ല സോറി, വൈഫിന്റെ ഫ്രണ്ട് ആയിട്ട്. ഓക്കെ. പിന്നെ അടുത്ത് വരുന്നത് ശ്വേത. റോൾ ഉണ്ടോ? വൈഫാ? റോളുണ്ട്. വൈഫ്. Then ഗ്രേറ്റ മോൾ. ഗ്രേറ്റ മോൾ. റീത്ത. W അല്ല, R ആണോ? GREATA. ഗ്രേറ്റ. ഗ്രേത്ത. സർ. ഗ്രേറ്റ മോൾ. റോൾ ഉണ്ടോ? ഇല്ല സർ, റോളില്ല. ഓക്കെ. പിന്നെ ആരാ? പിന്നെ അഞ്ജു. അഞ്ജു ഹസ്ബൻഡാണ് സർ. ഇത്രയുള്ള. പിന്നെ ഷീജ. ഷീജ സിസ്റ്ററാണ് സർ. ആളാണ് മീഡിയേറ്റർ. പിന്നെ സിസ്റ്റർ എന്ന് പറയുന്നത്? സോറി സർ, മീഡിയേറ്റർ. ഓക്കെ. പിന്നെ ലാസ്റ്റ് വൺ ഷിജു ശങ്കർ. SHI. റോൾ ഉണ്ടോ? ഒബ്സർവർ ആണ് സർ. ഇപ്രാവശ്യം 2 ഒബ്സർവേഴ്സ് ആണ്. അപ്പൊ കലക്കും. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു സർ. തുടങ്ങിയാലോ? തുടങ്ങാം. തുടങ്ങിക്കോ. സർ തുടങ്ങട്ടെ. എൻ്റെ പേര് ഷീജ പോൾ. ഞാൻ 15 വർഷമായിട്ട് മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. 25 വർഷമായിട്ട് ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇൻ മീഡിയേഷൻ എന്നാൽ LLM സബ്ജക്ട് ആർബിട്രേഷൻ മീഡിയേഷൻ ഏരിയ സബ്ജക്റ്റ് ആണ്. അത് ലയോളയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മീഡിയേഷൻ്റെ ട്രെയിനിങ്ങും അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. ഇതാണ് ആസ് എ മീഡിയേറ്റർ എൻ്റെ ക്വാളിഫിക്കേഷൻ. ആൻഡ് ആസ് എ ലോയർ ഹൈക്കോടതിയിൽ 25 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ
നിങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ്. മീഡിയേഷന്റെ ഇൻട്രഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു വോളണ്ടറി പ്രോസസ്സാണ്. എൻ്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ ഫോഴ്സും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഡിസ്പ്യൂട്ടിന് എങ്ങനെ റെസൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അതിൻ്റെ അടിസ്ഥാനമാക്കി നിങ്ങൾക്കൊരു തീരുമാനത്തിൽ എത്താനായിട്ട് സാധിച്ചില്ല എങ്കിൽ ഞാൻ റെസൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്ത് തരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാം. അത് എന്ത് തന്നെ ആയാലും എൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ ഫോഴ്സും ഉണ്ടായിരിക്കില്ല. തീരുമാനം നിങ്ങളുടേതായിരിക്കും, അത് വോളണ്ടറി ആയിരിക്കും. ഇതാണ് എൻ്റെ റോള്. പിന്നെ പരസ്പരം സംസാരിക്കുമ്പോൾ അന്യോന്യം ഇന്റർഫിയർ ചെയ്യാതിരിക്കുക, അൺപാർലമെന്ററി ഇൻഫ്ലമേറ്ററി വേർഡ്സ് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ എനിക്കറിയാം നിങ്ങളിപ്പോൾ ഒരു ഡിസ്പ്യൂട്ടിന്റെ ഒരു സിറ്റുവേഷനിലാണ്, ഒരു പ്രത്യേകമായ ഒരു മെന്റൽ കണ്ടീഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ ഇവിടെ ഔട്ട് ബ്രേക്ക് ചെയ്യാതെ നമ്മൾ റെസൊല്യൂഷനെ എയിം ചെയ്തുകൊണ്ട് വളരെ ഓപ്പൺ ആയിക്കൊണ്ടും ഈ മാറ്ററിനെ ഡിസ്കസ് ചെയ്ത് തീർച്ചയായും ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കണം. കാരണങ്ങൾ തുറന്നു പറയുക, ഒരുമിച്ച് പറയാൻ പറ്റാത്തവ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് നമുക്ക് സംസാരിക്കാൻ അവസരമുണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ നമുക്കൊരു റെസൊല്യൂഷനിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും, അത് ഒറ്റയ്ക്ക് കേൾക്കുന്ന കാര്യമായാലും ഇപ്പൊ ജോയിന്റ് സെഷനിലെ കാര്യമായാലും, അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിയാൽ പോലും അത് കോടതിയിൽ പോയാൽ അതിനെക്കുറിച്ച് എവിഡൻസ് ചോദിച്ചാൽ കോടതിക്ക് എന്നെ വിളിക്കാനോ, വിളിച്ചെങ്കിൽ തന്നെ പോയി ഇവിടെ മീഡിയേഷനിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ഒരു എവിഡൻസ് കൊടുക്കാനോ ഞാൻ ബാധ്യസ്ഥയല്ലാത്തതും അതിനുള്ള ഒരു പ്രിവിലേജും എനിക്കുണ്ട്. ആ കോൺഫിഡൻഷ്യാലിറ്റിയും പ്രിവിലേജും മീഡിയേഷന്റെ ഒരു പ്രത്യേകതയാണ്. നോർമലി മീഡിയേഷനിൽ നടക്കുന്ന ഫാക്ടിനെ പ്രൂവ് ചെയ്യാനായിട്ട് കോടതിയിൽ മീഡിയേറ്ററിനെ വിളിക്കാറില്ല. ഇനി വിളിച്ചാൽ തന്നെ നമ്മൾ പോയി അതിനെ സംബന്ധിച്ചുള്ള ഫാക്ടർ അവിടെ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതും മീഡിയേറ്ററിന്റെ ഒരു പ്രിവിലേജ് ആണ്. പിന്നെ നിങ്ങളുടെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ സീക്രസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എന്തൊക്കെ നടന്നാലും ഞാൻ കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോകില്ല. പിന്നെ കോക്കസ് സെഷനിൽ ആണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞത് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ കൈമാറില്ല. ഇപ്പൊ സെറ്റിൽമെന്റിന്റെ ഭാഗമായി അന്യോന്യം കൈമാറിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ ഒരു പ്രയർ പെർമിഷൻ വാങ്ങിക്കുന്നതായിരിക്കും. അതായത് ഇത് ഞാൻ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ കൊടുത്തോട്ടെ എന്ന് ചോദിക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല. അപ്പൊ സീക്രസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഈ മീഡിയേഷനിൽ. പിന്നെ എൻ്റെ റോൾ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള കേസിന്റെ ഔട്ട്കമ്മിന് എനിക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങൾ രണ്ടുപേരോടും എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ മമതയോ ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ കേസ് എങ്ങനെ തന്നെ തീർന്നാലും അതിൽ എനിക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ എൻ്റെ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആസ് എ മീഡിയേറ്റർ ഞാൻ എപ്പോഴും ശ്രമിക്കും. ഇൻ കേസ് ഞാൻ നിങ്ങളോട് പക്ഷം കാണിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമോ, അല്ലെങ്കിൽ ഒരു ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തന്നെ നിങ്ങൾക്കത് എന്നോട് നേരിട്ട് സംസാരിക്കാം. ഞാൻ മാറി വേറെ ഒരു മീഡിയേറ്ററിനെ നിങ്ങൾക്ക് വെച്ച് തരുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് അതിനുള്ള ഒരു റൈറ്റ് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും മീഡിയേറ്ററെ മാറ്റാം. അത് നിങ്ങളുടെ ഒരു പ്രിവിലേജ് ആണ്. പിന്നെ ഇവിടെ പറയുന്ന കുറച്ച് ഗ്രൗണ്ട് റൂൾസ് ഉണ്ട്. ഈ ഗ്രൗണ്ട് റൂൾസ് എബൈഡ് ചെയ്യാൻ ശ്രമിക്കണം, എബൈഡ് ചെയ്യണം. ഗ്രൗണ്ട് റൂൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന്. എങ്കിൽ മാത്രമേ ഇത് ഭംഗിയായിട്ട് ഈ ഗ്രൗണ്ട് റൂൾസ് അനുസരിച്ചാൽ മാത്രമേ, അതനുസരിച്ച് നമ്മൾ ഈ ഒരു മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ ഇത് ഭംഗിയായിട്ട് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇന്റർഫിയർ ചെയ്യാനുള്ള ടെൻഡൻസി നോർമലി ഉണ്ടാകുന്നത് അപ്പോൾ കേട്ട കാര്യങ്ങളെ കുറിച്ച് അപ്പോൾ തന്നെ മറുപടി പറയാൻ തോന്നുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ്. അത് എന്ത് തന്നെ ആയാലും രണ്ടുപേർക്കും സമയം തരുന്നതായിരിക്കും. കാരണം ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ ഫ്ലോ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേൾക്കുന്ന വ്യക്തിക്കും കുറച്ച് കഴിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള കാര്യമുണ്ട്.
അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് സംസാരിക്കാൻ നിങ്ങൾക്ക് അവസരം തരും. ആ അവസരം നിങ്ങളുടെ ഒരു പ്രിവിലേജ് ആണ്, അത് തരികയും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അവസരം വരുമ്പോൾ അത് റിപ്ലൈസ് കൊടുക്കുക. പിന്നെ അന്യോന്യം റെസ്പെക്ട് ചെയ്യണം. സംസാരത്തിലായാലും ബിഹേവിയറിലായാലും നമ്മുടെ ഈ ഒരു സംസാരത്തിന് ശേഷം ആദ്യം ആരാണ് സംസാരിക്കേണ്ടതെന്ന് തീരുമാനിക്കും. അപ്പം ഓരോരുത്തർ മാറി മാറി സംസാരിക്കും. പിന്നെ നിങ്ങളുടെ ഫാക്റ്റും കാര്യങ്ങളും കൺസേൺസും പെർസെപ്ഷൻസും നോട്ട് ചെയ്യും. പിന്നെ നമ്മൾ അതിനൊരു അജണ്ട സെറ്റ് ചെയ്യും. അജണ്ട എന്ന് പറയുന്നത് എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട നമ്മുടെ കൺസേൺസ്, നമ്മുടെ ഇഷ്യൂസ്, അതിനുള്ള സൊല്യൂഷൻസ്, അതിനെയാണ് നമ്മൾ അജണ്ട എന്ന് പറയുന്നത്. അത് 1 by 1 ആയിട്ട് എഴുതും. പിന്നെ അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ അതിനകത്തോടൊരു സൊല്യൂഷൻ കണ്ടെത്തണം സൊല്യൂഷൻ. അതാണ് ഇതിന്റെ മറ്റൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ എഗ്രിമെന്റിലേക്ക് എത്തും. എഗ്രിമെന്റ് 1, 2, 3 ആയിട്ട് നമ്മൾ എഴുതും. ഈ ഒരു എഗ്രിമെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അഡ്വക്കേറ്റ്സിനെ കാണിക്കാം. ഇനി എഗ്രിമെന്റ്സുമായിട്ട് മുൻപോട്ട് പോകാനായിട്ടാണ് ആഗ്രഹമെങ്കിൽ ഒരു അദാലത്ത് വഴി അവാർഡാക്കി എടുക്കാം. അല്ലെങ്കിൽ ആർബിട്രേഷൻ കൺസിലിയേഷൻ ആക്ട് പ്രകാരം എനിക്ക് തന്നെ ഒരു അവാർഡാക്കി അത് പ്രഖ്യാപിക്കാം. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു അവാർഡിന് എല്ലാവിധ ലീഗൽ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഒരു മീഡിയേഷന്റെ ആമുഖമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പം ഇവിടെ ഇന്ന് പാർട്ടീസായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അരുണും ആര്യയുമാണ്. അപ്പം അരുൺ, ആര്യ, ഓക്കെ. നിങ്ങളിപ്പം ഞാൻ പറഞ്ഞ ആമുഖം, മീഡിയേഷന്റെ ആമുഖം കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല മാം, എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസ്പ്യൂട്ടിനെ പറ്റിയുള്ള ആ ഒരു പ്രോസസ്സിലോട്ട് കടക്കാം. ആദ്യം തന്നെ രണ്ടു പേരിലും ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. ആദ്യം ആരാണ് സംസാരിക്കുന്നത്? അരുണാണോ ആര്യയാണോ? ഓക്കെ, ആര്യ സംസാരിക്കുന്നതിന് അരുണിന് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? ഇല്ല, ബുദ്ധിമുട്ടില്ല. ഓക്കെ, ആര്യ സംസാരിച്ചോളൂ. നമസ്കാരം, എന്റെ പേര് ആര്യ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇവിടെ കൊച്ചിനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു എനിക്കൊരു ബ്രോക്കർ വഴി അരുണിന്റെ മാരേജ് പ്രപ്പോസൽ വന്ന്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. 2 വർഷം മുമ്പാണ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത്. അപ്പോ അരുണിന് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെയായിരുന്നു സ്പെൻഡ് കൊണ്ടിരുന്നത്. അതുപോലെ എന്റെ ഫ്രണ്ട്സുമായിട്ട് നല്ല രീതിയിൽ തന്നെയായിരുന്നു അരുൺ പെരുമാറിക്കൊണ്ടിരുന്നിരുന്നത്. അരുണിന് സംസാരിക്കാനായിട്ട് സമയം തരും. ഇപ്പൊ അരുൺ ആര്യ പറയുന്നത് ശ്രദ്ധിക്കണം. മാം, ഇത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. കാരണം എന്ത് തുടങ്ങി കഴിഞ്ഞാലും അത് വഴക്കിലാണ് അവസാനിക്കുക. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമ അരുൺ കാണിക്കാറില്ല. അപ്പോ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞ് ആ സമയത്തൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മാരേജ് കഴിഞ്ഞ് കുറച്ച് സമയം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷം അരുണിനൊരു പ്രൊമോഷൻ കിട്ടി. ഡൽഹിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഡൽഹിക്ക് പോയതിനു ശേഷമാണ് ശരിക്കും ഞങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഡൽഹിക്ക് പോയതിനു ശേഷമാണ് ശരിക്കും നിങ്ങളുടെ ഈ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്നാണ് പറയുന്നത് അല്ലെ? അങ്ങനെയല്ലേ ആരും ഉദ്ദേശിക്കുന്നത്? അതെ. ഞാൻ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇല്ല മാം, ശരിയാണ്, അത് തന്നെയാണ്. ഓക്കെ, കണ്ടിന്യൂ. അപ്പോ ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അരുൺ എന്റെ ഇമെയിൽ ID, പാസ്വേഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൈക്കലാക്കിയതല്ല, എനിക്ക് തന്നതാണ്. അരുണിന് സംസാരിക്കാനായിട്ട് സമയം തരും. ഇപ്പൊ അരുൺ ആര്യ സംസാരിക്കുന്നത് കേൾക്കണം. ഓക്കെ. മാം, അരുൺ ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എനിക്ക് എന്റെ പാസ്വേഡ്, എന്റെ ഇമെയിൽ ID എന്നൊക്കെ പറയുന്നത് എന്റെ ഒരു പ്രൈവസിയാണ്. അപ്പൊ എനിക്ക് കൊടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആര്യ പറഞ്ഞു വരുന്നത് ആര്യക്ക് ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ശരിയാണോ? അതെ, ശരിയാണ്.
ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇനിയൊരു വഴക്ക് ഇതിന്റെ പേരിൽ ഉണ്ടാകണ്ട എന്ന് വെച്ചിട്ട് കുറച്ച് സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്തതാണ്. ഓക്കെ. ഒട്ടും മനസ്സില്ലാതെയാണ് ഞാനത് കൊടുത്തത്. ഉം. അതിനുശേഷം എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, റമീസ് എന്നാണ് പേര്. ഉം. അപ്പൊ റമീസ് എന്റെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഫ്രണ്ടാണ്. അപ്പൊ ഞാനും റമീസും തമ്മിൽ മോശമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട് എന്ന് അരുൺ പറഞ്ഞു. ഉം. അതിന്റെ പേരിൽ അവർ തമ്മിൽ സംസാരിച്ച് വഴക്കുണ്ടായി. അരുൺ റമീസിനെ അടിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഉം. അത് കഴിഞ്ഞ് എന്റെ കമ്പനി വേറൊരു കമ്പനിയുമായിട്ട് മെർജ് ചെയ്ത്, അപ്പൊ ഞങ്ങൾക്ക് വർക്ക് ലോഡ് ഒരുപാട് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കമ്പനിയുടെ വർക്ക് ഒരുമിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വരികയാണ്. അപ്പൊ എനിക്ക് അധികം ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിരുന്നില്ല. അതായത് അരുൺ പോകുന്നതിന് മുമ്പ് വരെ ഞാൻ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്തിരുന്നു. അരുണിന്റെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന അത്രയും ടൈം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോ അതിന്റെ പേരിലും ഞങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. വിളിച്ച സമയത്ത് വഴക്കൊക്കെ നടന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഈ റമീസ് എന്ന് പറയുന്ന എന്റെ ഫ്രണ്ട്, ആളുടെ വൈഫ്, അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി, ആ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി ഞങ്ങള് റമീസിന്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായി. അപ്പൊ ഇക്കാര്യം ഞാൻ അരുണിനോട് പറഞ്ഞതുമാണ്. പക്ഷേ അരുൺ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് എന്താ പറയാ, കള്ളമാണെന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആര്യയുടെ ഭാഗത്ത് നിന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നി. അങ്ങനെയാണോ? അരുൺ ഒന്ന് വിശ്വസിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം ഞാൻ പറയുന്നതൊന്നും അരുൺ വിശ്വസിക്കാറില്ല. ഞാൻ നുണ പറയാണ് എന്ന് പറഞ്ഞിട്ടാണ് അരുൺ പറയാറ്. അതുപോലെ ഞാൻ ഒരുപാട് വർക്കിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്തും ഞാൻ ഫ്രണ്ട്സായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാണ്, വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാണെന്നാണ് അരുൺ എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോഴും ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നു അല്ലേ ആര്യ? അതെ മാം. ഓക്കെ. അപ്പോ അതിനുശേഷം അരുണിന്റെ അച്ഛൻ ഒരു കൊളസ്ട്രോൾ പേഷ്യന്റ് ആണ്. അദ്ദേഹം ഒരു അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പൊ അതും ഞാൻ കാരണമാണ്. അതായത് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്ത രീതിയിലായിരുന്നു അരുൺ എന്നോട് പറഞ്ഞത്. എന്റെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് വന്നതുപോലെ. അത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ മാം? അരുണിന്റെ അച്ഛൻ, അതായത് എന്റെ ഫാദർ ഇൻ ലോ, അദ്ദേഹം ഒരു കൊളസ്ട്രോൾ പേഷ്യന്റ് ആയിരുന്നു. അദ്ദേഹം പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതും എന്റെ എന്താ പറയാ, റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ എന്നും പറഞ്ഞിട്ട് അതിനും എന്നെ ഒരുപാട് മോശമായിട്ട് സംസാരിക്കുകയുണ്ടായി അരുൺ. അത് കെയർ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ സംഭവിച്ചതും. അരുണ് സംസാരിക്കാനായിട്ട് സമയം തരാം. ഇപ്പൊ അരുൺ ആര്യയെ ശ്രദ്ധിക്കണം. ഓക്കെ മാം, എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് അരുൺ ഒരല്പം കേൾക്കാനായിട്ട് ക്ഷമ കാണിച്ച് ഞാൻ പറയുന്നത് മനസ്സിലാക്കി തീരാവുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ തമ്മിലുള്ളൂ. എന്റെ ഫ്രണ്ട് റമീസ്, ഒരു അവസരം അല്ലെ, കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാകണമെന്ന് ആര്യ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണോ? അതെ മാം, അത് ശരിയാണ്. ഓക്കെ. റമീസ് അടുത്ത മാസം യുഎസിലേക്ക് പോവാണ്. അപ്പം അവരുടെ മാരേജ് അവിടെ വെച്ചാണ് നടത്തുന്നത്. അപ്പം റമീസും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഇഷ്യൂ എത്രയും പെട്ടെന്ന് അവർ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ തീർക്കണം എന്നൊരു ആഗ്രഹം റമീസിനും ഉണ്ട്. കാരണം അരുൺ ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഷെയർ ചെയ്യാൻ, എന്റെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് അരുൺ കൂടെ ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ ചെറിയ പ്രോബ്ലംസ് എനിക്കും ഉണ്ട്. കമ്മ്യൂണിക്കേഷനിൽ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അരുൺ എന്തായാലും ഇപ്പം വീട്ടിലുണ്ട്. കാരണം ജോലി വേണ്ടാന്ന് വെച്ചിട്ട് അരുൺ തിരിച്ചു വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അപ്പോ ഉണ്ടായിരുന്ന അത്രയും ഒരു ഫ്രസ്ട്രേഷൻ ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാനായിട്ടുള്ള ഒരു ക്ഷമ കാണിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് വളരെ നല്ലതായിരിക്കും മാം. കാരണം ഞാൻ പറയുന്നത് ഒന്നിനും ഒരു വില തരാത്ത പോലെയാണ് അരുൺ ചെയ്യാറ്. അപ്പം ഞാൻ പറയുന്നത് സമാധാനപരമായിട്ട് കേൾക്കാനുള്ള ഒരു മനസ്സ് അരുൺ കാണിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ഈ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം.
അതുകൊണ്ട് തന്നെ ഞാൻ ഡിവോഴ്സ് വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയാണ് മാം എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും ആര്യക്ക് കൂടുതലായിട്ട് പറയാനായിട്ട്, ഇപ്പൊ ഒരു നമ്മൾ അരുണുണ്ട്, ആര്യയുണ്ട്, മീഡിയേറ്ററായി ഞാനുണ്ട്, ഇനി എന്തെങ്കിലും പോയിന്റ്സ് കൂടുതലായിട്ട് പറയാനായിട്ടുണ്ടോ? എന്തെങ്കിലും ഇല്ല ഓർക്കുന്നതായിട്ടുണ്ടോ? മാം, ഇല്ല, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പം ആര്യ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ കുറച്ച് ആര്യയുടെ കൺസേൺസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അതായത് ജോലിഭാരം ആര്യക്ക് കൂടുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് കിട്ടണമെന്ന് ആര്യ ആഗ്രഹിക്കാറുണ്ട് എന്ന് ആര്യ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ശരിയാണോ? അങ്ങനെ ഉള്ള ഒരു ആഗ്രഹമുണ്ടോ? അതെ, ശരിയാണ്. ശരിയാണ്. പിന്നെ ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ആര്യയുടെ പാസ്വേഡ്, മെസ്സേജസുകൾ നോക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ ഒരു പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ട്, പ്രൈവസി വേണം എന്നുള്ള ഒരു താല്പര്യമുണ്ട് എന്ന് എനിക്ക് ആര്യയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അത് ഞാൻ വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചത് ശരിയായിട്ടാണോ തോന്നുന്നത്? അതെ മാം, എനിക്ക് പ്രൈവസി വേണമെന്നും ആഗ്രഹമുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്ത്, അതായത് ആര്യ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾ, ഒന്ന് ട്രസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളതുപോലെ ആര്യയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അത് അങ്ങനെ ഒരു താല്പര്യമുണ്ടോ ആര്യക്ക്? അങ്ങനെയല്ലേ പറഞ്ഞു വന്നത് ആര്യ? അതെ മാം, അങ്ങനെ തന്നെയാണ്. ഓക്കെ. പിന്നെ പാർട്ട്ണറിന്റെ സൈഡിൽ നിന്നും ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇപ്പൊ ജോലിഭാരമൊക്കെ ഉള്ളപ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം എന്നുള്ള ഒരു താല്പര്യമുള്ളതുപോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ തോന്നിയതിനോട് എന്താണ് ആര്യക്ക് എന്ത് തോന്നുന്നു? അതെ മാം, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഓക്കെ. പിന്നെ ഒരു ഫാദറിലോ മരിച്ച കാര്യം പറഞ്ഞു അല്ലെ? ഫാദറിലോ മരിച്ചപ്പോ അത് ആര്യാണ് അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞപ്പോ ആര്യക്ക് വലിയൊരു മാനസിക ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് പറയുന്നു അതിനോട്? ശരിയായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ശരിക്കും ആര്യ ഇപ്പൊ സംസാരിച്ചതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ആര്യക്ക്? ഇല്ല മാം, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ നമ്മൾ അരുണിനെ ശ്രമിക്കും. അരുൺ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അരുൺ. ഹലോ അരുൺ. കണക്ടിവിറ്റി പ്രോബ്ലം ആയി അരുണ്. അരുൺ ലീവ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കേറുമായിരിക്കും സർ. കേറിയിട്ടുണ്ട് അഞ്ജു. ഹലോ അരുൺ. ഓക്കെ, അരുൺ ഇപ്പം ആര്യ സംസാരിച്ചത് നമ്മൾ കേട്ടു അല്ലെ? ഇനിയിപ്പം ഹലോ, കേൾക്കാവോ? ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ആര്യ സംസാരിച്ചത് കേട്ടു അല്ലെ അരുൺ? ഓക്കെ, ഇനിയിപ്പോ അരുണിന് സംസാരിക്കാനുള്ള ഒരു സമയമാണിത്. ഈ സമയത്ത് ഇനിയിപ്പോ അരുൺ സംസാരിക്കേണ്ടത്, ഇപ്പൊ ആര്യ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടല്ല അരുൺ സംസാരിക്കേണ്ടത്. എന്താണ് അരുണിന് ഈ ഇഷ്യൂവിനെ പറ്റി മനസ്സിലായത്? ഈ ഇഷ്യൂവിൽ അരുണിന് എന്താണ് പറയാനുള്ളത്? അരുണിന്റെ കൺസേൺസ് എന്തൊക്കെയാണ്? അതിനെന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ട്? അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയാണ് അരുണിന് ഇപ്പൊ സംസാരിക്കേണ്ടത്. അരുൺ സംസാരിക്കുക, പിന്നെ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പാലിക്കുക. ഓക്കെ, സംസാരിക്കാൻ തുടങ്ങിക്കോളൂ. എന്റെ പേര് അരുൺ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. കൊച്ചിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ഡൽഹിയിലേക്ക് പ്രൊമോഷൻ കിട്ടുകയും അവിടെയാണ് ഞാൻ പിന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ പിന്നെ എനിക്കിവിടെ പറയാനുള്ളത് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. ഞാനും ആര്യയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് 2019 ഒക്ടോബർ 27-നാണ്. അതും ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ്. രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോട് കൂടി തന്നെ നടത്തിയ ഒരു വിവാഹം തന്നെയായിരുന്നു. ഞങ്ങളുടെ വിവാഹം ജീവിതം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോകേണ്ട സാഹചര്യം വന്നപ്പോൾ എനിക്ക് ആര്യയിൽ നിന്നും എന്റെ ഫാമിലിയിൽ നിന്നും എനിക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു.
അപ്പോ അങ്ങനെ ഇരിക്കെ ഞാൻ ഡൽഹിക്ക് പോയ സമയത്ത് ആര്യയുടെ പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റം ഞാൻ അനുഭവപ്പെട്ടു. കാരണം ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്തുള്ള ഒരു ആര്യ അല്ല ഞാൻ ഡൽഹിക്ക് പോയി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന ഒരു ആര്യ. അപ്പൊ ഞാനിത് ആര്യയുടെ അടുത്ത് ഒരു ചേഞ്ചസ് സംഭവിച്ചു എന്നുള്ള ഒന്ന് അരുണിന് തോന്നിയില്ലേ? തോന്നി. അപ്പൊ ഞാനിത് നേരിട്ട് തന്നെ ആര്യോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ആര്യ എന്നോട് പറഞ്ഞത് ആര്യയുടെ ജോലിഭാരം കാരണം സമയം കിട്ടുന്നില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ജോലിഭാരമുള്ള ഒരു വ്യക്തി ജോലി തീർക്കാനല്ലേ നോക്കുക, അല്ലാതെ കൂട്ടുകാരുമൊത്ത് കറങ്ങി നടക്കാനല്ലല്ലോ നോക്കേണ്ടത്. ഇത് ആര്യയുടെ വെറും ഒരു ന്യായമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു മാരേജ് ലൈഫിൽ ഒരു ഫെയ്ത്ത്ഫുൾ അല്ല എന്നുള്ള കുറച്ചും കൂടെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം എന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ അരുൺ? ഉണ്ട് മാഡം. ഓക്കെ. കാരണം ആര്യയോട് ചോദിച്ചതിനുള്ള മറുപടി അല്ല എന്നോട് പറഞ്ഞത്. ആര്യ ഒരു ന്യായീകരണം മാതിരിയാണ് എന്നോട് തിരിച്ച് അതിനൊരു മറുപടി പറഞ്ഞത്. അപ്പോ അങ്ങനെ ഇരിക്കെ ഞാൻ ഡൽഹിയിലേക്ക് നല്ലൊരു ജോബ് ഓഫർ കിട്ടി, ഞാൻ ഡൽഹിയിലേക്ക് പോയി. അപ്പൊ അങ്ങനെ ഇരിക്കെ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യ ഇവിടെ ഉണ്ട്, എന്റെ ഫാമിലിയെ നോക്കാനായിട്ട് ആര്യ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ പോയത് തന്നെ. പക്ഷെ നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചത്. ആര്യയുടെ ഇഷ്ടത്തിന് ജോലിക്ക് പോകുന്നു, ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു വരുന്നു, ഫാമിലിയെ നോക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ എന്റെ അച്ഛന് വയ്യാത്ത അച്ഛൻ. അരുണിന്റെ ഫാമിലിക്ക് കൂടുതലായിട്ട് ഒരു കെയർ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം അരുണിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അല്ലെ? പാർട്ട്ണർ ഒരു കെയർ കൂടുതലായിട്ട്, കാരണം അരുൺ ഇല്ലാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതല്ലേ പറഞ്ഞത്? അതെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛന് വയ്യാതിരിക്കുന്നതായിരുന്നു. അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പോയപ്പോ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ജോലി നമുക്ക് ഉപേക്ഷിക്കാനും പറ്റില്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആര്യ നോക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോയത് തന്നെ. പക്ഷെ ആര്യ അച്ഛനെ നോക്കാതിരിക്കുകയും അച്ഛൻ മരിക്കാൻ ഇടയുണ്ടാവുകയും ചെയ്തു. അതൊക്കെ എന്നെ ഭയങ്കര മെന്റലി ഡിപ്രസ്ഡ് ആക്കുകയും എനിക്ക് എന്റെ ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു രീതിയിലെത്തി. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. പിന്നെ എന്നിൽ ആര്യയുടെ മാറ്റം കണ്ടു തുടങ്ങിയത്, ആര്യയും ഞാനും തമ്മിൽ കുറച്ച് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര ഫ്രണ്ട്ലി പേഴ്സൺ അല്ല. പക്ഷെ ആര്യ നല്ല ഫ്രണ്ട്ലി പേഴ്സൺ ആണ്. ആര്യക്ക് കുറെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ അതിലൊരു ഫ്രണ്ടാണ് റമീസ്. റമീസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കുറച്ച് ഞാൻ ഡൽഹിക്ക് പോയതിന് ശേഷം റമീസുമായിട്ട് ആര്യക്ക് അത്ര നല്ല രീതിയിലുള്ള ഒരു ബന്ധമല്ല എന്ന് എന്റെ ഫാമിലി മെമ്പേഴ്സും നൈബേഴ്സും അടക്കം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇതിനെ പറ്റിയപ്പോ ആര്യോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ആര്യ അത് റമീസിനെ ന്യായീകരിച്ചുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായിട്ടുള്ളതും. അതിനെ തുടർന്ന് മിക്കപ്പോഴും ഞങ്ങൾ ഈ കാര്യത്തെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ശരിക്കും അരുൺ ഒരു ഓപ്പൺനെസ്, കുറച്ചുകൂടി ഒരു ഓപ്പൺനെസ് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? ഒരു കമ്മ്യൂണിക്കേഷനും ഓപ്പൺനെസ് ഒക്കെ കുറച്ചുകൂടെ പ്രതീക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ശരിയാണോ? അതെ മാഡം. ഓക്കെ. കാരണം എന്നോട് അത് ഓപ്പൺ ആയിട്ട് പറയാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡൽഹിയിൽ ഇരിക്കെ, കാരണം എനിക്ക് എന്റെ ഫാമിലി നോക്കാൻ പറ്റില്ല. അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് എന്റെ ഫാമിലി നല്ല രീതിയിൽ നോക്കാൻ പറ്റില്ല. അപ്പോ ഞാൻ ഡെയിലി 2 പ്രാവശ്യം വീഡിയോ കോൾ ചെയ്തിരുന്നു. അപ്പൊ ഒരു ദിവസം ഇതേമാതിരി വീഡിയോ കോൾ ചെയ്ത സമയത്ത് ആര്യ റമീസിന്റെ ഫ്ലാറ്റിലായിരുന്നു. അപ്പൊ അതെനിക്ക് മനസ്സിലായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ കോൾ ചെയ്യുന്നതിന്റെ ഇടയിൽ റമീസ് ഒരു ഇന്ററപ്ഷൻ ആയിട്ട് ഇടയ്ക്ക് കയറി വന്ന് ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ നൈബേഴ്സും ഫാമിലി മെമ്പേഴ്സും പറഞ്ഞത് എനിക്ക് അപ്പൊ തന്നെ ഒരു ചെറിയ ഡൗട്ടായിരുന്നു. പക്ഷെ അത് നേരിട്ട് കണ്ടതോടെ എനിക്കത് ക്ലിയർ ആവുക ചെയ്തത്. അപ്പോ അങ്ങനെ ഇരിക്കെ ഞാൻ ഇത് ആര്യോട് ചോദിച്ചപ്പോ ആര്യ എന്നോട് പറഞ്ഞത് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് പോയതാണ്. അതായത് റമീസിന്റെ ഫ്യൂച്ചർ വൈഫിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അതുകൊണ്ട് അത് റമീസിന്റെ ഫ്ലാറ്റിൽ വെച്ച് നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോ അത്
പക്ഷെ അത് വെറും ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു വെറും ഒരു എക്സ്ക്യൂസാണ്. കാരണം ഇപ്പൊ ആര്യ തന്നെ പറഞ്ഞിരുന്നു, എന്നോട് പറഞ്ഞിരുന്നു ബർത്ത്ഡേക്ക് പോകുകയാണെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ വേണമെന്നാണ് അരുൺ ആഗ്രഹിക്കുന്നത് അല്ലെ? അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലേ അരുണിന്? ഉണ്ട്. ഓക്കെ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം തന്നെയാണ്. എന്നോടത് ഓപ്പണായി പറഞ്ഞു എന്നാണ് പറയുന്നത് ആര്യ, പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല മാം, ഞാൻ പറഞ്ഞതാണ്. ആര്യക്ക് സംസാരിക്കാനുള്ള സമയം തന്നു. ഇപ്പൊ അരുൺ സംസാരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ അരുണിനെ ശ്രവിക്കുന്നു, അതിനുശേഷം ആര്യക്ക് സംസാരിക്കാനായിട്ട് സമയം തരാം. ഓക്കെ. ഓക്കെ മാം. അപ്പോ മാഡം, എനിക്കിപ്പോ ഇതില് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോ എനിക്ക് ഈ ഒരു ബന്ധം തുടർന്നു പോകണമെന്ന് താല്പര്യമില്ല. ഇത് ഇനിയും റമീസുമായിട്ട് ആര്യ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ആര്യമൊത്ത് ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു ഡിവോഴ്സിലോട്ട് നീങ്ങണം എന്നാണ് ആര്യ ആഗ്രഹിക്കുന്നത് അല്ലെ? അരുൺ ആഗ്രഹിക്കുന്നത്. അതെ, ഇതാണ് മാഡം എനിക്ക് ഇത്രയൊക്കെയാണോ അരുണിന് സംസാരിക്കാനുള്ളത്? എന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കാനോ അല്ല റിമൂവ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാഡം, ഇത്രേ ഉള്ളൂ പറയാൻ. ഓക്കെ. അപ്പൊ ഇത്രയും സമയം കേട്ടു. അരുൺ സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ അരുണിന്റെ കുറച്ച് കൺസേൺസ് എന്താന്നൊക്കെ വെച്ചാൽ ഞാൻ പറയാം. അതായത് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ഡൈവേഴ്സിന്റെ ഒരു പാർട്ടിലോട്ട് പോകാം, അങ്ങനെ ഒരു ചിന്ത അരുണിലുണ്ട്. പിന്നെ പേരൻസിന് ഒരു കെയർ കൊടുക്കാൻ പറ്റിയില്ല, അപ്പൊ ഒരു കൂടുതലായിട്ട് ഒരു കെയർ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം, പാർട്ട്ണറിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ കെയർ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം അരുണിനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അരുൺ എന്ത് പറയുന്നു? ഇതിനെന്തെങ്കിലും മറുപടിയായിട്ട്? ഇല്ല. ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നമ്മൾ ശരിക്കും ഒരു പ്രൈവസി കീപ്പ് ചെയ്യണം ഒരു പ്രൈവസി കീപ്പ് ചെയ്യാനായിട്ട് ഒരു താല്പര്യം കൂടുതൽ, അങ്ങനെ ഒരു താല്പര്യം അരുണിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതിനോട് എന്ത് പറയുന്നു? ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. കാരണം വീഡിയോ കോൾ എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന നിലയ്ക്ക് ഒരു പേഴ്സണൽ പ്രൈവറ്റ് ആയിട്ട് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. അപ്പൊ അത് പ്രൈവസി കീപ്പ് ചെയ്യണം എന്ന് തന്നെയാണ്. ഓക്കെ. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺനെസ്സും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും, ഈ കാര്യങ്ങളെല്ലാം അരുൺ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അതിനോടൊക്കെ കുറച്ചും കൂടി ഒരു താല്പര്യമുള്ള പോലെ എനിക്ക് ഇപ്പം അരുണിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അത് എങ്ങനെയാണ്? ഞാൻ വിചാരിച്ചത് ശരിയാണോ? അല്ലെങ്കിൽ അരുൺ അങ്ങനെ ഒരു താല്പര്യം തന്നെയാണോ അരുൺ ഇപ്പം ഇവിടെ അവതരിപ്പിച്ചതെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അതെ മാഡം, ഈ മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയുന്നത്. കാരണം ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ആക്കായിരുന്നു. പക്ഷെ എന്നോട് ഒരു കാര്യം തന്നെ ആര്യ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല പ്രോപ്പറായിട്ട്. ചോദിക്കുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ് ഉണ്ടാവാറ്. പിന്നെ കെയർ എന്ന് പറയുന്നത് പേരൻസിനെ നോക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. പക്ഷെ അതിനും വിപരീതമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഓക്കെ. ഇനി എന്തെങ്കിലും സംസാരിക്കാനായിട്ട് അരുണിനുണ്ടോ? ഇല്ല മാഡം, ഇത്രേ ഉള്ളൂ പറയാനായിട്ട്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടിരുന്ന് നമ്മൾ സംസാരിച്ചു. ഇനി വേറൊരു ഓപ്ഷൻ നമുക്ക് ഈ മീഡിയേഷനിലുള്ളത്, നമുക്കൊരു കോക്കസ് സെഷൻ ഉണ്ട്. അതായത് അതൊരു പ്രൈവറ്റ് സെഷനാണ്. ഇപ്പൊ രണ്ടുപേർക്കും എന്തെങ്കിലും അത് മീഡിയേറ്ററിനോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അതിനോടൊരു താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അരുൺ എന്താണ്? താല്പര്യമുണ്ട്. അരുണിനും ആര്യയുടെ താല്പര്യം എങ്ങനെയാന്ന് ഞാൻ കേട്ടില്ല. മാഡം, താല്പര്യമാണ്. ഓക്കെ. അപ്പം ഈ ഒരു കോക്കസ് സെഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ രണ്ടു കൂട്ടരും മാറി മാറി മീഡിയേറ്ററിനോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ ഇപ്പം ആരാണ് ആദ്യം സംസാരിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കാം. ആരാണ് ആദ്യം സംസാരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ആദ്യം അരുൺ സംസാരിച്ചോട്ടെ. ഓക്കെ. അതിന് ആര്യക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ?
ഇല്ല ഇല്ല. ഓക്കെ, അപ്പൊ അരുണിന് സംസാരിക്കാം. അപ്പം ആര്യ പുറത്ത് വെയിറ്റ് ചെയ്യണം. അരുണിനോട് Okay, ma'am. സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ആര്യയിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ മാം. ഓക്കെ, അപ്പൊ അരുൺ, മാഡം. അരുണിന് ഈ ഇഷ്യൂവിനെ പറ്റി എന്താണ്, പ്രൈവറ്റ് ആയിട്ട് എന്താണ് മീഡിയത്തിനോട് എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ സംസാരിക്കാം. മാഡം, എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് റമീസും പിന്നെ എന്റെ നൈബറും. കാരണം അവര് പറയുന്നത് കേട്ടിട്ടാണ് എനിക്കൊരു ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലത്തിന്റെ ഇത് വന്നത്. കാരണം എനിക്ക് എന്താന്ന് കാര്യം വ്യക്തമല്ല. പിന്നെ എന്റെ ആ ഒരു ഡൗട്ട് എന്ന് വന്നത് ആ വീഡിയോ കോളിൽ ഞാൻ റമീസിനെ കാണാനിടയായി. അപ്പൊ എന്റെ ഡൗട്ട് മൊത്തം ക്ലിയർ ആവുകയാണ്. ഇതിലിപ്പോ മെയിൻ ആയിട്ടും പറയാനുള്ളത് ഈ റമീസും ആര്യയും ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങാൻ പോകുന്നതും ഒക്കെ എന്റെ ഫാമിലി മെമ്പേഴ്സ് ആയാലും നൈബർ പുഷ്പ എന്ന് പറഞ്ഞ ചേച്ചിയും അവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എന്നോട് പേഴ്സണൽ ആയിട്ട് പറയുകയും ചെയ്തു. അത് തന്നെയല്ല, ഞാൻ അല്ലാതെയും കണ്ട് ഉറപ്പ് വരുത്തിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ഇതാണ് മാഡം എനിക്ക് പേഴ്സണൽ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ അരുൺ ഇപ്പൊ സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ ഒരു നിങ്ങളുടെ ഒരു ഇഷ്യൂവില് ഈ നെയ്ബറായ ഫ്രണ്ടായ റമീസും നെയ്ബറായ പുഷ്പലതയ്ക്കും നല്ലൊരു റോൾ ഉള്ളത് പോലെ എനിക്ക് തോന്നി. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് നിങ്ങൾ പിന്നെ ഇപ്പം അരുണിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് റമീസും പുഷ്പലതയും നമ്മോടൊപ്പം ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെഷന് ശേഷം, ഈ ഒരു കോക്കസ് സെഷന് ശേഷം നമുക്ക് നമ്മുടെ കൺസേൺസ് ഒക്കെ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ട് അതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം നമുക്ക് അവരോടൊപ്പം ഇരുന്ന് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിനോട് അരുൺ എന്തു പറയുന്നു? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ചിലപ്പോ അവർ പറയുന്നതിൽ വ്യക്തം എന്തെങ്കിലും എന്റെ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടും എന്തെങ്കിലും ഉണ്ടാവും. അപ്പോ അവര് പറയുന്നതിലൂടെ ക്ലിയർ ആക്കാൻ പറ്റിക്കഴിഞ്ഞാലും നല്ലതാണല്ലോ, പ്രശ്നമില്ല. അപ്പൊ അതിന് അരുൺ റെഡിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്, അല്ലെ? അതെ, റെഡി. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, എന്നോട് ഇപ്പൊ പ്രൈവറ്റ് സെഷനിൽ സംസാരിച്ച കാര്യങ്ങൾ ആര്യോട് സംസാരിക്കുന്നതിന് എന്താണ് അരുണിന്റെ ഒരു മനോഭാവം? സംസാരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംസാരിക്കാവോ? എനിക്ക് പ്രശ്നമില്ല മാഡം. കാരണം ഞാൻ ആര്യ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പ്രശ്നമില്ല, ആര്യോട് സംസാരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും കാണും. അരുൺ പുറത്ത് വെയിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ മാഡം. ആര്യ. യെസ് മാം. ആര്യക്ക് എന്താണ്, ആര്യക്ക് പ്രൈവറ്റ് മീറ്റിംഗിൽ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആര്യക്ക് എന്താണ് ഈ ഒരു ഇഷ്യൂവിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ, പ്രൈവറ്റ് ആയിട്ട് എന്താണ് സംസാരിക്കാനുള്ളത് ഒന്ന് ഷെയർ ചെയ്യാം. മാം, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ജസ്റ്റ് ഒരു നെയ്ബർ പറയുന്നത് കേട്ടിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അരുൺ ഇത്രയും ഒരു ഇതിലേക്ക് വന്നത്. കാരണം എന്നോട് ചോദിച്ച് ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെ നെയ്ബർ പറയുന്നത് മാത്രം വിശ്വസിച്ചിട്ടാണ് ഇപ്പോ അരുൺ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോ സ്വന്തം ഭാര്യ പറയുന്നത് വിശ്വസിക്കാതെ നെയ്ബർ പറയുന്നത് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടൊരു മനോഭാവമാണ്. അപ്പോ അത് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ എന്റെ പ്രൈവസി എനിക്ക് കീപ്പ് ചെയ്യണമെന്ന് തന്നെയാണ് മാം എന്റെ ഒരു ആഗ്രഹം. പിന്നെ റമീസ് എന്ന് പറയുന്നത് എന്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്. അപ്പൊ അതുമായിട്ട് ആ ഒരാളുമായിട്ട് എന്നെ ചേർത്ത് പറയാന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല മാം. അപ്പൊ ആര്യയുടെ ഇപ്പോഴത്തെ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂവില് ഈ ഒരു ഫാമിലി ഇഷ്യൂവില് നമ്മുടെ റമീസും പുഷ്പലതയും ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അതിന് അതെ, ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാണ് ആര്യ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് റമീസും പുഷ്പലതയും ഇന്നിവിടെ ഉണ്ട്. അപ്പൊ അവരോടൊപ്പം ഇരുന്ന് ഒരു മീറ്റിങ്ങിന്, എല്ലാവരും കൂടിയുള്ള ഒരു മീറ്റിങ്ങിന് ആര്യക്ക് എന്ത് തോന്നുന്നു? അപ്പൊ അവരവരുടെ ഭാഗം വ്യക്തമാക്കും. അപ്പൊ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ ഒരു സാധ്യതയുണ്ടോ? അതിന് ആര്യ റെഡിയാണോ? എന്താണ് ആര്യയുടെ അഭിപ്രായം? മാം, ഞാൻ റെഡിയാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ പ്രശ്നമില്ല, നമ്മളിപ്പോ നമ്മുടെ കൺസേൺസും ഇഷ്യൂസും ഒക്കെ ഒന്ന് എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് അതിന്റെ പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ ഒരു ഇഷ്യൂസിനെ പറ്റി കുറച്ചുകൂടി ഒരു വ്യക്തത കിട്ടും എന്നാണ് എൻ്റെ ഒരു
എൻ്റെ ഒരു താല്പര്യവും എൻ്റെ ഒരു ആഗ്രഹവും. അപ്പം അതിനുവേണ്ടി നമുക്ക് പിന്നീട് ഇതിന് ശേഷം ഒരു സെഷനിൽ ഇരിക്കാം. ഓക്കെ. അപ്പോൾ അരുൺ, ആര്യ, ഇനി ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കുറച്ച് കൺസേൺസും നമ്മുടെ ഇഷ്യൂസും ഒന്ന് നോട്ട് ചെയ്യാം. അതിനെ നമുക്കൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യാം. വീണ്ടും നമുക്ക് മീറ്റിങ്ങിലോട്ട് എല്ലാവരും ഉള്ള മീറ്റിംഗിലേക്ക് തിരിച്ചു വരാം. ഓക്കെ. അപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കൺസേൺസ് ആണ്. നിങ്ങളുടെ കൺസേൺസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഇപ്പം അരുണിന്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് ഒരു കൺസേൺ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം വേറെ ഒരു സ്റ്റാൻഡിലോട്ട് പോകാനായിട്ടുള്ള ഒരു താല്പര്യം അരുണിനില്ല. ഒരു ഡൈവേഴ്സ് മതി എന്നുള്ള ഒരു താല്പര്യത്തിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരു പ്രൈവസി, അരുണിനൊരു പ്രൈവസി വേണമെന്നും പറഞ്ഞു. രണ്ടുപേർക്കും പ്രൈവസി വേണമെന്ന് പറഞ്ഞു. രണ്ടുപേരുടെയും പ്രൈവസി ഡിഫറെന്റ് ആണ്. ഇവിടെ അരുണിന്റെ പ്രൈവസി എന്ന് പറഞ്ഞാൽ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ഒരു പ്രൈവസിയാണ്. ഒരു പാർട്ട്ണറിൽ നിന്നുള്ള ഒരു പ്രൈവസി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതേസമയം അടുത്ത ആളുടെ പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ പാസ്വേഡ്, മെസ്സേജുകൾ, ഇതൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു പ്രൈവറ്റ് സ്പേസ്, അതാണ് ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. എന്ത് പറയുന്നു നിങ്ങൾ ഈ പോയിന്റ്സിനോട്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അതെ മാഡം. ഓക്കെ. പിന്നെ എനിക്ക് പറഞ്ഞ അരുണിന്റെ കൺസേൺസിൽ അവിടെ ഒരു കെയർ വരുന്നുണ്ട്, ഒരു ഫെയ്ത്ത്ഫുൾനെസ് വരുന്നുണ്ട്, ഓപ്പൺനെസ് വരുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, പിന്നെ ഒരു ട്രസ്റ്റും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അരുണിൽ നിന്നും മനസ്സിലാക്കാൻ, അരുണിന്റെ കൺസേൺസ് ആയിട്ട് എനിക്ക് മനസ്സിലായത്. ഇതിലെന്തെങ്കിലും അരുൺ കേട്ടല്ലോ അല്ലെ ഞാൻ പറഞ്ഞത്? ഇനി ഒന്നുകൂടി പറയണോ? വേണ്ട മാഡം, കേട്ടു. വേണ്ട. അപ്പൊ എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനോ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അരുൺ ഇപ്പൊ പറയാം. ഇല്ല മാഡം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്റെ കൺസേൺ ആയിട്ട് വരുന്നത്. ഓക്കെ. അതെ. അപ്പൊ ഇനി നമുക്ക് ആര്യയിലോട്ട് പോകാം. ആര്യയുടെ ഒരു കൺസേൺസ് ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു സപ്പോർട്ട്, ഒരു ട്രസ്റ്റ് വേണം, പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടുള്ള ആഗ്രഹം, ഒരു ഫ്രണ്ട്ഷിപ്പ്, പിന്നെ അവിടെ ഒരു പ്രൈവസി, പ്രത്യേകമായിട്ടൊരു പ്രൈവസി വേണം, പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ഒത്തിരി ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് മനസ്സിലാക്കി എടുക്കണം, എന്നെ കുറച്ചും കൂടെ മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആര്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നെ ഒന്ന് ലിസൺ ചെയ്യാനുള്ള ഒരു ആഗ്രഹം, കുറച്ചും കൂടി നന്നായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി എന്റെ പാർട്ട്ണർ ലിസൺ ചെയ്താൽ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്നൊരു താല്പര്യമുള്ളതുപോലെ എനിക്ക് തോന്നി. ആര്യക്ക് എന്താണ് ഈ പോയിന്റ്സിൽ നിന്ന് പറയാനുള്ളത്? എല്ലാം മനസ്സിലായോ പറഞ്ഞതൊക്കെ? അതെ മാം, അത് പറഞ്ഞതെല്ലാം ശരിയാണ്. ശരിയാണ് അല്ലെ? അപ്പൊ നിങ്ങളുടെ കൺസേൺസ് ആയിട്ട് ഈ ഒരു മീറ്റിംഗ് വെച്ച് നിങ്ങളുടെ കൺസേൺസ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും പോയിന്റ്സ് ആണ്. ഇപ്പൊ ഇനി നമ്മൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഒരു മീറ്റിംഗിലേക്ക് കടന്നുവരാണ്. നമ്മൾ നേരത്തെ അതുപോലെ മാം, സംസാരിച്ചതുപോലെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പ് അഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു സൊല്യൂഷൻ. ഓക്കെ, മനസ്സിലായി. അതെ. ഇനി എന്തെങ്കിലും? ഇല്ല മാം, അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ ഒരു കൺസേൺസ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ആ ഒരു മീറ്റിങ്ങിന് പോയതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് എത്താം. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മളുടെ കൂടെ റമീസും പുഷ്പലതയുണ്ട്. റമീസ് എന്ന് പറയുന്നത് ശരിക്കും ആര്യയുടെ ഒരു ഫ്രണ്ട് ആണ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. പ്ലസ് പുഷ്പലത ഒരു നെയ്ബർ ആണെന്നാണ് അറിഞ്ഞത്. പുഷ്പലതയും റമീസും ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിരിക്കുകയാണ്. കാരണം എനിക്ക് ഇത്രയും സമയം ഈ ഒരു ഡിസ്പ്യൂട്ടിനെ പറ്റി സംസാരിച്ചപ്പം എനിക്ക് കിട്ടിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളും കൂടി ഇതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഈ ഇത്രയും നേരമുള്ള സംസാരത്തിൽ. പക്ഷെ അതിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ നിങ്ങളും ഇവിടെയുണ്ട് 2 പേര്. അപ്പം നമുക്ക് 4 പേർക്കും, നിങ്ങൾ 4 പേരും മീഡിയേറ്ററും ഞാനും കൂടെ ചേർന്നിരുന്നു കൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം റമീസിനും പുഷ്പലതയ്ക്കും സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പം നിങ്ങൾ ആരാണ് സംസാരിക്കുന്നതെന്ന് പറയാമോ? ഞാൻ ആദ്യം പറയാം. ഓക്കെ, റമീസ് ആണ് ആദ്യം സംസാരിക്കുന്നത്. പുഷ്പലതയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ?
ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാറേ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. അപ്പൊ റമീസ് ഈ ഒരു ഇഷ്യൂവിൽ ഉള്ള എന്താണ് ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറയാൻ പറ്റുമോ? മേഡം പറയാം. യെസ്. എന്റെ പേര് റമീസ്. ഞാൻ ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനും ആര്യയും ചെറുപ്പം തൊട്ട് ഫ്രണ്ട്സ് ആണ്. ഞങ്ങള് ഒരുമിച്ചാണ് കളിച്ചു വളർന്നത്. പിന്നെ എനിക്ക് സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ആര്യയും ചെറുപ്പം തൊട്ട് ബ്രദർ സിസ്റ്റർ പോലെയാണ് വളർന്നു വന്നത്. അത് ഞങ്ങളുടെ പേരൻസിനും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അത് അരുണ് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ അരുൺ ഇവിടെ പറയുന്ന കാര്യത്തിനൊക്കെ വെറും ഒരു സംശയത്തിന്റെയും തെറ്റിദ്ധാരണയുടെയും പുറത്താണ് അരുൺ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ റമീസ് അന്ന് ഫ്ലാറ്റിൽ ഒരു ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ നടന്നല്ലോ അല്ലെ? അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അതിനെപ്പറ്റി എന്താണ് റമീസിന് എന്താണ് പറയാനുള്ളത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ് നടന്നത്. അപ്പം ഓഫീസിന്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, ആര്യയും ഉണ്ടായിരുന്നു, പിന്നെ എന്റെ പേരൻസും ഉണ്ടായിരുന്നു. അപ്പം സംശയത്തിനായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അപ്പം അരുണ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അരുൺ ഇവിടെ എല്ലാം പറയുന്നത്. പിന്നെ അയൽപക്കത്തുള്ള ചേച്ചി എന്തോ പറഞ്ഞു കൊടുത്ത് ഡ്രോപ്പ് ചെയ്യുമ്പം രാത്രി ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്ന് വെച്ച് കരുതിയാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയത്. പക്ഷെ ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഒരു വീഡിയോ കോളിന്റെ ഒരു കാര്യം, അതായത് ഒരു ദിവസം അരുൺ വീഡിയോ കോൾ ചെയ്തപ്പോൾ എന്തോ റമീസിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് വ്യക്തമാക്കി തരാൻ. കാരണം ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിയുടെ രീതിയിൽ നമ്മൾ ഹായ് പറഞ്ഞതാ. അപ്പൊ അതൊക്കെ പുതിയ സംശയമായിട്ട് എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു മേഡം. ഓക്കെ. ഇനി എന്തെങ്കിലും റമീസിന്? ഇല്ല മേഡം, എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, ഇതാണ് റമീസിന് പറയാനുള്ളത്. ഓക്കെ റമീസ്. പുഷ്പലത. ഓക്കെ. പുഷ്പലതയ്ക്ക് ഞാൻ ഈ ഒരു ഡിസ്പ്യൂട്ട് കേട്ടതിൽ വെച്ച് പറയുകയാണെങ്കിൽ പുഷ്പലതയ്ക്ക് ഇതിനകത്തൊരു ഇൻവോൾവ്മെന്റ്, ഒരു ചെറിയൊരു പാട്ടുള്ളത് പോലെ തോന്നി. ആ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ട്, നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് പുഷ്പലതയ്ക്ക് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാനുള്ളത്? അല്ലെങ്കിൽ പുഷ്പലത എന്താണ് അവിടെ കണ്ടത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാവോ? സാറേ, എന്റെ പേര് പുഷ്പലത. ഞാൻ ഈ അരുൺകുഞ്ഞിന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത്. അപ്പം കുഞ്ഞിനെ അറിയാം, കുഞ്ഞിന്റെ വീട്ടുകാരൊക്കെ എനിക്ക് അറിയാം. ചെറുപ്പം തൊട്ടേ കാണുന്നതാണ്. എന്റെ കൺമുമ്പിൽ വളർന്ന കുട്ടിയാണ്. അപ്പോ നല്ലൊരു കല്യാണം വന്നു, നല്ലൊരു ഭാര്യ, നല്ലൊരു ജീവിതം, അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അത് വലിയ കുഴപ്പമില്ലാണ്ട് പോവുമായിരുന്നു. പക്ഷെ കുഞ്ഞ് ജോലിക്ക് ഡൽഹിയിൽ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ കണ്ടതൊക്കെ എനിക്ക് അത്ര പഴയ ഒരാളാണ്, ആ ഒരു ചിന്താഗതിയാണ്. അപ്പോ എന്താണ് അവിടെ കണ്ടതെന്നൊന്നും പറയാൻ പറ്റുമോ? പല സമയങ്ങളിലൊക്കെ ഈ റമീസ് എന്ന് പറഞ്ഞ പയ്യന്റെ ഒപ്പം ആര്യ വന്ന് ഇറങ്ങുന്നതൊക്കെ കാണാം. അതുപോലെ പല സമയങ്ങളിൽ പറയുന്നത് പുഷ്പലത പറഞ്ഞു വരുന്നത് എല്ലാ ദിവസവും എന്നാണോ, അല്ലെങ്കിൽ വല്ലപ്പോഴും അങ്ങനെ എന്തെങ്കിലും ആണോ? എല്ലാ ദിവസവും അല്ല, ഇടയ്ക്കൊക്കെ. പിന്നെ അവരുടെ ജോലി അങ്ങനെ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ നമ്മള് പഴയ ആൾക്കാരാണ്. നമ്മളിപ്പോ കാണുമ്പോ എനിക്ക് തന്നെ വെറുതെ ഇരിക്കാൻ തോന്നുന്നത്. കാരണം എന്റെ മുമ്പിൽ വളർന്ന കുഞ്ഞല്ലേ. ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ വിളിച്ച് പറയും, കാണുന്നതൊക്കെ വിളിച്ചിട്ടൊക്കെ പറയിക്കും. അപ്പൊ മോശമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഞാൻ കണ്ടത് ഇതൊക്കെയാണ്. എനിക്ക് തോന്നുന്ന ചിന്താഗതിയുടെ തെറ്റ പഴയ ആളൊക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം. വേറെ മോശമായിട്ടും ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. മോശമായിട്ടൊന്നും കണ്ടിട്ടില്ല എന്നാണ് പുഷ്പലതയുടെ അഭിപ്രായം അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു വരുന്നത്? കണ്ടിട്ടില്ല. ഞാൻ വരവും പോകും, ഇങ്ങനെ കൊണ്ടുവന്നാക്കുന്നത് വിളിച്ചോണ്ട് പോകുന്നത് കാണാറുണ്ട്. പുഷ്പലത കണ്ടത് അവരിങ്ങനെ കൊണ്ടുവിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും അങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലെ? അതെ സാർ, അതാ കണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ പുഷ്പലതയ്ക്ക്? ഇല്ല സാർ, ഞാൻ കണ്ട കാര്യം കുഞ്ഞിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇത്രേ ഉള്ളൂ സാർ. ഓക്കെ. അപ്പൊ റമീസിനും പുഷ്പലതയ്ക്കും താങ്ക് യു ഞങ്ങളുടെ ഈ ഒരു മീറ്റിംഗിൽ വരാനും നിങ്ങളുടെ ഭാഗം വ്യക്തമാക്കാനും. ഈ ഒരു നിങ്ങളുടെ ഒരു പ്രസൻസ് കുറച്ചും കൂടെ ഈ ഒരു ഇഷ്യൂവിനെ കുറച്ചും കൂടെ സോൾവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആര്യയ്ക്കും അരുണിനും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നിയത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഓക്കെ, അപ്പം താങ്ക് യു പുഷ്പലത ആൻഡ് റമീസ്. ഓക്കെ. ആര്യ, അരുൺ,
യെസ് മാം. യെസ് മാഡം. ആ ഇപ്പം റമീസ് സംസാരിച്ചു, നമ്മളോട് പുഷ്പലത സംസാരിച്ചു, രണ്ടുപേരും മാറി മാറി സംസാരിച്ചു. അപ്പം കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അരുൺ എന്ത് പറയുന്നു? അരുൺ ഉണ്ടായിരുന്ന ചിന്താഗതികളോട് എന്തെങ്കിലും ഒരു കുറച്ചും കൂടി ഒരു വ്യക്തത വന്നോ? എന്താണ് അരുണിന്റെ അഭിപ്രായം എന്ന് ഒന്ന് പറയാമോ? നമ്മളിപ്പം നടത്തിയ ഒരു സെഷനിൽ അവരുടെ ഒരു പ്രസൻസ് കൊണ്ട്, അവരുടെ ഒരു ഷെയറിങ്ങിലൂടെ എന്താണ് മനസ്സിലാക്കിയത്? മാഡം, ഇപ്പോ ഇത് ശരിക്കും പറഞ്ഞ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം തന്നെ ആയിരുന്നു. ഇപ്പോ റമീസ് ആയാലും പുഷ്പ ചേച്ചി ആയാലും ഇപ്പോ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് ഇപ്പോ സംശയം വരാനുണ്ടായ ഒരു കാര്യം, ഇവര് എന്നെ ഓരോ കാര്യങ്ങളും ഞാൻ കേൾക്കുന്നതും പിന്നെ അന്ന് വീഡിയോ കോളിന്റെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ അത് ഉറപ്പിച്ചത്. അപ്പോ ആ ഒരു നിലയ്ക്ക് എന്റെ മൈൻഡ് മൊത്തം എന്തൊക്കെയോ ജോലിഭാരം, അത് വേറെ കാര്യം. അതിന്റെ ഒപ്പം തന്നെ ഫാമിലിയിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കുമ്പോ ആകെ മൊത്തം മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോ ഇവര് രണ്ടുപേരും ഇങ്ങനെ വ്യക്തമായി പറഞ്ഞ നിലയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി വന്നു. കാരണം ആര്യയുടെ ഭാഗത്ത് അത്ര തെറ്റ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. പിന്നെ അന്ന് എനിക്ക് ഈ ഒരു മെന്റലി ഡിപ്രസ്ഡ് ആയ ഒരു നിലയ്ക്ക് ഞാൻ ദേഷ്യപ്പെടേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ആര്യ എന്നോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇതാണ് മാഡം എനിക്കിപ്പോ പറയാനുള്ളത്. അപ്പം ഇപ്പം അരുൺ ഇപ്പൊ ഏതൊരു അവസ്ഥയിലാണ്, ഏതൊരു സ്റ്റേജിലാണ് ഇപ്പൊ ഉള്ളതെന്നൊന്ന് പറയാമോ? ഇപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവര് വന്നതിന് മുന്നേ വരെ ഡിവോഴ്സ് വേണം എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് ഇല്ല. കാരണം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തോന്നാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഡിവോഴ്സ് വേണ്ട എന്നാണല്ലോ ഇപ്പൊ തോന്നുന്നത്, അങ്ങനെയല്ല അരുൺ പറഞ്ഞു വരുന്നത്? അതെ. അപ്പൊ എന്താണ് അതിന് അങ്ങനെ തോന്നാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, ഒന്ന് ഷെയർ ചെയ്യാവോ? റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ റമീസ് തന്നെ പറഞ്ഞു, റമീസും ആര്യം തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളിപ്പോ ഞാൻ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കറിയില്ല ഇവിടെ എന്താണ് എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ബർത്ത്ഡേ പാർട്ടി ആണ് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ആര്യ. അപ്പൊ എന്നോട് അത് പ്രോപ്പർ ആയിട്ട് റമീസിന്റെ ഫ്യൂച്ചർ വൈഫിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് റമീസിന്റെ ഫ്ലാറ്റിൽ പോയി എന്ന് എന്നോട് അന്ന് ആര്യ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ എത്തില്ലായിരുന്നു. പിന്നെ എന്റെ നൈബർ ചേച്ചി എന്ന് പറഞ്ഞത്, ചേച്ചി പറഞ്ഞത് ശരിയാണ്. കാരണം ചെറുപ്പം തൊട്ട് എന്നെ കാണുന്നതാണ്. അപ്പോ ചേച്ചി ഇങ്ങനെ കാണുമ്പോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയും. അതാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കേട്ട നിലയ്ക്ക് എന്റെ ഭാഗത്തും ഒരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനത് ആര്യോട് ചോദിച്ചത് ആരും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പൊ പറയാത്ത നിലയ്ക്ക് എന്റെ ഭാഗത്തും കുറച്ച് തെറ്റ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതാണ് മാഡം എനിക്ക് പറയാനുള്ളത്. അരുണിന്റെ സ്റ്റാൻഡ് എന്താണ് ഇപ്പോഴത്തെ? ഇനിയിപ്പോ എനിക്ക് ഡിവോഴ്സ് വേണ്ടെന്ന് തന്നെയാണ്. ഇനിയിപ്പോ ആര്യ നല്ല രീതിയിൽ എന്നോട് നല്ല കെയറും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നല്ല കമ്മ്യൂണിക്കേഷൻ ആയിട്ടൊക്കെ പോവാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഡിവോഴ്സ് വേണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ആര്യക്ക് എന്താണ് ഈ ഒരു ഡിസ്കഷൻ മനസ്സിലായതെന്നൊന്ന് പറയാമോ? എന്തെങ്കിലും കൂടുതലായിട്ട് ഒരു വ്യക്തത വരുമോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു? കമ്മ്യൂണിക്കേഷനിൽ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്. കാരണം വർക്കിന്റെ കുറെ ടെൻഷൻസ് കാരണം എനിക്ക് പലപ്പോഴും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. അത് ശരിയാണ്, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ റമീസും പുഷ്പ ചേച്ചി പറഞ്ഞതിൽ നിന്നും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അരുണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് അതൊന്ന് ക്ലിയർ ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് അത്രേ ഉള്ളൂ മാം പറയാൻ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ രണ്ട് ഭാഗവും കേട്ടു. നമ്മൾ റമീസിനെയും പുഷ്പലതയെയും കണ്ടു. അപ്പൊ നമ്മൾ തിരിച്ച് നമ്മുടെ സെറ്റ് ചെയ്തിരിക്കുന്ന കൺസേൺസിലോട്ടും നമ്മുടെ ഇഷ്യൂസിലോട്ടും തിരിച്ചു വരികയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവത്തിലൂടെ ഒരു ചേഞ്ചസ് ഇവിടെ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ വായിച്ച അല്ലെങ്കിൽ നേരത്തെ കണ്ട നമ്മുടെ ഇഷ്യൂസിൽ, രണ്ടുപേരുടെയും ഇഷ്യൂസിൽ കുറെ കാര്യങ്ങൾ, കുറെ റീസൺസ് അല്ലെ കുറെ കാര്യങ്ങളും ഇതിലൂടെ സോൾവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനോട് എന്ത് പറയുന്നു രണ്ടുപേരും?
നമുക്കത് കുറച്ചും കൂടി ഇലാബറേറ്റീവ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്നാലും അങ്ങനെ ഒരു തോന്നലുണ്ടായോ, അല്ലെങ്കിൽ എൻ്റെ ഒരു സംശയമാണോ എൻ്റെ ഒരു ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. ആര്യ എന്ത് പറയുന്നു? അങ്ങനെ നമ്മുടെ കൺസേൺസ് കുറച്ചും കൂടെ ക്ലിയർ ആയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കുറെയൊക്കെ ക്ലിയർ ആയി എന്നുള്ള അങ്ങനെയാണോ ആര്യ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. അരുൺ എന്ത് പറയുന്നു? അരുൺ, ഹലോ അരുൺ, എന്താണ് ഈ ഒരു കാര്യത്തെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കൺസേൺസിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഈ ഒരു ഇഷ്യൂവിന്, ഈ ഒരു മീറ്റിംഗിന് ശേഷം? ഹലോ മാഡം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ. മാഡം ഇപ്പൊ മാഡം പറഞ്ഞ കൺസേൺസ് ഒക്കെ തന്നെയാണ് എനിക്കും ഉള്ളത്. അതിൽ പകുതി കാര്യങ്ങളും ഇപ്പൊ തന്നെ സോൾവ് ആയിട്ടുണ്ട്. അത് സോൾവ് ആയി എന്നുള്ളതാണോ അഞ്ജുന് അരുണ് മനസ്സിലായത്? അരുൺ അതാണോ പറയാനുള്ളത്? മാഡം, ഇപ്പോ ഇവര് രണ്ടുപേരും വന്ന് സംസാരിച്ചതിലൂടെ തന്നെ ഞങ്ങള് കുറച്ച് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് തന്നെയാണ് മെയിൻ ആയിട്ട്. പ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതാണ് മാഡം എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം കേട്ടു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, നമ്മളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ മിക്കവാറും നമുക്ക് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ജീവിതത്തിൽ, അല്ലെ? അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തീരുമാനിച്ചാൽ, അല്ലെ നമ്മൾ തന്നെ ചിന്തിച്ചാൽ, നമ്മൾ തന്നെ പരിശ്രമിച്ചാൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഉള്ളതേ ഉള്ളൂ എന്നാണ് എനിക്കിപ്പോ മനസ്സിലായിരിക്കുന്നത്. കാരണം നിങ്ങൾ തന്നെ അത് അതിനോട് അംഗീകരിച്ചു. കുറെ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ചെറിയ ഒരു ഇഷ്യൂയിലൂടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് നിങ്ങൾക്ക് തന്നെ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഒരു ഫാമിലി ലൈഫ് ആകുമ്പോൾ അങ്ങനെയാണ്, കുറെ കാര്യങ്ങൾ, കുറെ പ്രശ്നങ്ങൾ വരും, കുറെ പേര് അതിനകത്തൊരു ഇൻവോൾവ് ആയിട്ട് വരും. അപ്പം അതൊക്കെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും, പിന്നെ കുറച്ചുകൂടി ഒരു പാർട്ട്ണറിനോട് കുറച്ചും കൂടി ഒരു ഓപ്പൺ ആയിട്ട് ഇരിക്കാനും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ചെറിയൊരു ഇഷ്യൂയിലൂടെ വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് അംഗീകരിക്കാനായിട്ട് പ്രയാസമാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് ആ ഒരു മീറ്റിംഗ് വലിയൊരു നമുക്ക് തന്നെ വലിയൊരു ചേഞ്ച് തരാൻ പറ്റി എന്നുള്ളതാണ്. ഇതിനകത്തൊന്നും അരുണിൻ്റെത് മനസ്സിലായത് ഈ ഒരു മീറ്റിങ്ങിലൂടെ ഡൈവേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെ? അരുൺ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ചിന്തിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. ശരിയല്ലേ അരുൺ? എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? അതെ, പിന്നെ ഒരു കെയർ. അതെ മാഡം, കാരണം ഇപ്പൊ പറഞ്ഞോളൂ മാഡം. അതിപ്പോ ഡിവോഴ്സ് വേണ്ടെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റമീസും പുഷ്പലത ചേച്ചി പറഞ്ഞത് വെച്ചിട്ട് ഇപ്പൊ എനിക്കൊരു ചെറിയൊരു സംശയമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്താഗതി എന്ന് മാറി, അല്ലേ? പിന്നെ നമ്മുടെ ഒരു കൺസേൺസ് ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് ഒരു ഫെയ്ത്ത്ഫുൾനെസ്, ഓപ്പൺനെസ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ ചർച്ച ചെയ്ത് മാറ്റിയ കാര്യങ്ങളാണ്, അല്ലെ? അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കമ്മ്യൂണിക്കേഷൻ, ട്രസ്റ്റ്, ഇതെല്ലാം തന്നെ അതിൽ വന്നിട്ടുണ്ട്. അതെ. പിന്നെ ആര്യയുടെ കൺസേൺസ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ തന്നെ അവിടെ ഒരു സപ്പോർട്ട്. അപ്പൊ ഇപ്പം നമ്മുടെ മീറ്റിംഗിൽ ഇതിനു മുമ്പുള്ള സെഷൻസിൽ പറഞ്ഞ് കുറച്ചും കൂടി ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് ആര്യ ആഗ്രഹിക്കുന്ന സപ്പോർട്ട് എങ്ങനെയാണ് അരുണിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നതെന്ന് പറയാമോ? മാം, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അത്യാവശ്യം വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാനായിട്ടൊട്ടും ടൈം കിട്ടിയിരുന്നില്ല ഫാമിലിയുമായിട്ട്. അപ്പോ അതൊക്കെ ഞാനൊന്ന് ശ്രദ്ധിച്ച് ഫാമിലി കുറച്ചും കൂടെ കെയർ ചെയ്ത് കൂടുതൽ ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ആ ഒരു കെയർ എനിക്ക് കൊടുക്കാൻ പറ്റുന്നു. അതെ. ഓക്കെ. പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ലിസണിങ്, ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് കൺസേൺസ് എല്ലാം മാറിപ്പോയിരിക്കുകയാണ് ഈ ഒരു മീറ്റിങ്ങിലൂടെ തന്നെ. അങ്ങനെയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞതും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്നുള്ളതാണ്
ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു പോയിന്റ് വന്നിട്ടുണ്ട്, ഒരു കൺസേൺ ആയിട്ട്. അതൊരു ആര്യയുടെ ഒരു കൺസേണും ഉണ്ട്, അതേപോലെ തന്നെ അരുണിനും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കൺസേൺ ഉണ്ട്. അത് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്ത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും ഒന്ന് പറയാമോ? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും അരുണാണ് അതിനൊരു മറുപടി ആയിട്ട് പറയേണ്ടത്. മാഡം, ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ആര്യയ്ക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഓവറായിട്ട് ഫ്രണ്ട്ഷിപ്പിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. ലിമിറ്റ് ഇട്ടിട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഫ്രണ്ട്ഷിപ്പ്. ഇതാണ് എനിക്ക് മാഡം ഫ്രണ്ട്ഷിപ്പ് വെച്ച് പറയാം. അരുൺ എന്താണ്, ആര്യക്ക് എന്താണ് പറയാനുള്ളത്? മാം, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഇത് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ജസ്റ്റ് ഇത് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ ഞാൻ തയ്യാറല്ല മാം. തയ്യാറല്ല എന്നുള്ളതാണ് ആര്യയുടെ ഇത്, അല്ലേ? അതെ. അപ്പൊ കുറച്ചും കൂടെ അരുണിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കുറച്ചും കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അരുൺ? ആര്യ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ എന്നോട് പറയാ, എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോണം എന്ന് പറയാ, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാ. പോണം എന്ന് പറയണെങ്കിൽ ഷുവർ ആയിട്ടും കൊണ്ടാക്കും, വിളിച്ചുകൊണ്ട് തന്നെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പറയാതിരുന്ന് കഴിയുകയാണെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പറയണം, കാര്യങ്ങൾ വ്യക്തമായിട്ട് തുറന്ന് പറയണം. അവിടെ ഒരു കമ്മ്യൂണിക്കേഷനും ഒരു ഓപ്പൺനെസ്സും ഉണ്ടാകണം എന്നാണ് അരുൺ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്, അല്ലേ? ആര്യ അതിനോട് എന്താ പറയുന്നത്? അതിനോട് യോജിക്കാൻ പറ്റുന്നത്? മാം, കമ്മ്യൂണിക്കേഷൻ എനിക്ക് പ്രശ്നമില്ല. എന്തുണ്ടെങ്കിലും ഞാൻ അരുണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും തയ്യാറാണ്. അത് എനിക്ക് ജസ്റ്റ് എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കാര്യം അഫക്ട് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലെ? പിന്നെ നമ്മളിവിടെ ഒരു പോയിന്റ് പ്രത്യേകമായിട്ട് ഒരു പ്രസൻസ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഇട്ടിരുന്നു. രണ്ടുപേർക്കും പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അത് നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? ആ ഒരു പോയിന്റിനെ കുറച്ചും കൂടെ ഭംഗിയാക്കുവാണെങ്കിൽ ഈ ഒരു ബന്ധം കുറച്ചും കൂടെ നന്നായി കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു അറിവും. അതൊന്ന് പറയാമോ? മാഡം, ഇപ്പൊ പ്രസൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 3 weeks ആര്യ ലീവ് എടുത്തിട്ട് വീട്ടിൽ നിൽക്കുവാണെങ്കിൽ, കാരണം അതിലൂടെ തന്നെ ഞങ്ങൾക്ക് സംസാരത്തിലൂടെ തന്നെ പകുതി കാര്യങ്ങളും എനിക്ക് അതിന്ന് ഇപ്പൊ ഈ ഉണ്ടായ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോ അങ്ങനെ ആണെങ്കിൽ ഒരു 3 weeks ലീവ് എടുത്ത്, കാരണം ഇപ്പൊ ഞാൻ റിസൈൻ ചെയ്ത് വന്ന നിലയ്ക്ക് ആര്യ ലീവ് എടുത്ത് നിൽക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ആര്യ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്താണ് ആര്യക്കുള്ള സജഷൻസ് എന്തൊക്കെയാണ് ഇതിനോട്? മാം, 3 weeks ലീവ് എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് പോസിബിൾ അല്ല മാം. കാരണം ഇപ്പൊ ഒരുപാട് വർക്കൊക്കെ ഉള്ള ടൈമാണ്. അപ്പൊ 3 weeks ലീവ് എടുക്കാന്ന് പറഞ്ഞാൽ അത് എനിക്ക് പോസിബിൾ അല്ല. അതൊന്നും എന്റെ മാക്സിമം എടുക്കാൻ പറ്റുന്ന ലീവ് എന്ന് പറയുന്നത് 4 to 5 days ആണ്. അപ്പോ 3 weeks എനിക്ക് പോസിബിൾ അല്ല മാം. 3 weeks പോസിബിൾ അല്ല എന്നാണ് ആര്യയുടെ ഒരു സജഷൻ, അല്ലേ? അതെ. അങ്ങനെ വന്നാൽ കുറച്ചും കൂടി ഒരു പ്രസൻസ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടുപേരും ഒന്നായിരിക്കാനായിട്ടുള്ള കുറച്ച് അവസരങ്ങൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും? മാം, എനിക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ എനിക്ക് ലീവ് എന്തായാലും അത്രയും എടുക്കാൻ പറ്റില്ല. പക്ഷെ അതിന് ഒരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, വീക്കെൻഡ്സ് ഞാൻ എന്റെ എല്ലാ ബാക്കി പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം വർക്കും എല്ലാം മാറ്റി വെച്ചിട്ട് വീക്കെൻഡ്സ് ഞാൻ അരുണുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. ജസ്റ്റ് അത്രയും ലീവ് എടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അരുണോട് ഇത് യോജിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? വീക്കെൻഡ്സിൽ ആണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ആ സമയത്ത് വേറെ വർക്കൊന്നും ആ ഡേയ്സിൽ എടുക്കാതിരിക്കുകയാണെങ്കിൽ പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, അല്ലേ? അതെ. അതാണല്ലോ അരുണിന്റെ ഈ ഒരു ഇഷ്യൂലുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത്, അല്ലേ? അതെ.
ഇനിയൊരു അപ്പൊ നമ്മളത് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിച്ചു. ഇനിയൊരു പ്രൈവസി എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട് അല്ലെ? പ്രൈവസി, രണ്ടുപേർക്കും പ്രൈവസി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ കുറച്ചും കൂടെ ഭംഗിയാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് സൊല്യൂഷൻസും സജഷൻസും പറയാവോ? നിങ്ങളുടെ ഇപ്പോ ആയിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. മാഡം, ഇപ്പൊ എന്റെ പ്രൈവസി എന്ന് പറയുന്നത് ഒരു വീഡിയോ കോളില് ഇപ്പൊ ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പൊ അതിനിടയിലാണ് ഏത് ചെയ്യാൻ പറ്റുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ അങ്ങനെ ഒരു അവസരം ഇല്ലാതെ എനിക്ക് പ്രശ്നമില്ല. പ്രൈവസി എന്ന് പറയുന്നത് എന്റെ. ഒന്നുകൂടി ഒന്ന് ഷോർട്ടാക്കി പെട്ടെന്ന് പറയാമോ? എനിക്ക് ക്ലാരിറ്റി കിട്ടിയില്ല, അതുകൊണ്ടാ. മാഡം, ഇപ്പൊ എന്റെ ഹലോ മാഡം. യെസ്, പറഞ്ഞോളൂ. മാഡം, എന്റെ പ്രൈവസി എന്ന് പറയുന്നത് ഇപ്പൊ ആസ് ആൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് പ്രൈവറ്റ് ആയിട്ട് പല കാര്യങ്ങളും ഉണ്ട്. അപ്പോ അതിന്റെ ഇടയിൽ വ്യക്തി ഇപ്പോ അതിന്റെ ഇടയിൽ ഒരു വ്യക്തി വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്ക് ഇന്റർഫിയർ ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കുവാണെങ്കിൽ പ്രശ്നമില്ല എന്നാണ് എനിക്ക്. ഓക്കെ. അപ്പൊ ആര്യക്ക് അതിനോട് യോജിക്കാൻ പറ്റുമോ? ഇപ്പോ എന്തായാലും റമീസ് അടുത്ത മാസം പോവാണ്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഞങ്ങളുടെ പ്രൈവസിയുടെ ഇടയിൽ വേറെ ആരും വരാതെ ശ്രദ്ധിക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല മാം. പിന്നെ ആര്യയുടെ കാര്യങ്ങളിലുള്ള പ്രൈവസി പക്ഷെ എനിക്ക് എന്റെ പ്രൈവസി, ഒരു പേഴ്സണൽ സ്പേസ് അലൗ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതാരും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ആ ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കാനായിട്ട് അരുണിന്റെ സജഷൻ എന്താണ്? അതിനോട് റെഡി ആണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡിസഗ്രിമെന്റ്സ് ഉണ്ടോ? മാഡം, ഇപ്പോ ആര്യ എന്നോട് നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. പിന്നെ ഞാൻ ആര്യയുടെ പ്രൈവസി അങ്ങനെ അതിലൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല. ആര്യ പറഞ്ഞാൽ മതി, എനിക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട കൺസേൺസ് എല്ലാം തന്നെ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻസും സജഷൻസ് എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു എഗ്രിമെന്റ് സെറ്റിൽമെന്റിലോട്ട് പോകാം. എന്താ പറയുന്നത് രണ്ടുപേരും? അപ്പൊ അരുൺ ഡൈവോഴ്സ് ഫയൽ ചെയ്തിരിക്കുന്നത് പിൻവലിക്കുമല്ലോ അല്ലെ? പിൻവലിക്കും. അപ്പൊ നിങ്ങളുടെ കൺസേൺസ്, നിങ്ങളുടെ ഇപ്പോൾ സജഷൻസ് എല്ലാം വെച്ചുകൊണ്ട് ഞാനൊരു എഗ്രിമെന്റ് റെഡിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. 2019 ഒക്ടോബർ മാസം 27-ാം തീയതി എറണാകുളം ശിവക്ഷേത്രത്തിൽ വെച്ച് ആര്യയും അരുണും വിവാഹിതരായി. തുടർന്ന് 2 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ തർക്കങ്ങളെ തുടർന്ന് എറണാകുളം കുടുംബ കോടതിയിൽ ഹിന്ദു മാരേജ് ആക്ട് സെഷൻ 13 പ്രകാരം ഡൈവോഴ്സ് പെറ്റീഷൻ സമർപ്പിക്കുകയുണ്ടായി. തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം മീഡിയേഷനായി എത്തിച്ചേർന്നു. മീഡിയേഷനിൽ സഹകരിച്ച ഇരുവരും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും താഴെ പറയുന്നവയോട് പൂർണ്ണമായി യോജിച്ചു കൊള്ളാമെന്ന് ഇതിനാൽ സമ്മതിച്ചു കൊള്ളുകയും ചെയ്യുന്നു. ഒത്തുതീർപ്പ് കരാർ ഒപ്പുവെച്ച തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ തന്നെ വിവാഹമോചനം അപേക്ഷ സ്വമേധയാ പിൻവലിക്കാനായിട്ട് അരുൺ ഇതിനകം സമ്മതിച്ചു കഴിഞ്ഞു. അരുണും ആര്യയും അവർക്കുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുകയും പരസ്പരം യോജിച്ചു പോകാമെന്ന് തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. കൂടാതെ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതായത് ആര്യ കുറച്ച് ദിവസങ്ങളിൽ ലീവ് എടുത്ത് അരുണുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുകയും ഒപ്പം ഓവർ ടൈം വർക്കുകളും കാര്യങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ വീക്കെൻഡ്സിൽ പൂർണ്ണമായും ഒരുമിച്ച് ആയിരിക്കും. പിന്നെ എന്ത് കാര്യമുണ്ടായാലും, ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമുണ്ടായാലും അവിടെ തുറന്ന് സംസാരിക്കും പാർട്ട്ണറിനോട്. പിന്നെ ആര്യയുടെ സുഹൃത്ത് ബന്ധങ്ങൾ തുടരാൻ അനുവദിക്കും. കൂടാതെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടർ ചർച്ചകളും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും ആയിരിക്കും. പിന്നെ ആര്യയ്ക്ക് പ്രൈവസി നഷ്ടപ്പെടുത്താതെ പ്രൈവറ്റ് സ്പേസ് നിലനിർത്തുന്നതിന് തടസ്സമായവ ഒഴിവാക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനോട് സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല മാഡം, പറഞ്ഞതൊക്കെ ഓക്കെ, ഇത് നിങ്ങൾ രണ്ടുപേരും വായിച്ചു നോക്കി സൈൻ ചെയ്യാം. ആദ്യം അത് പറഞ്ഞ കാര്യങ്ങൾ പോലെ ഇതൊരു എഗ്രിമെന്റ് ആക്കി പാസ്സാക്കുകയാണ്. ഓക്കെ, ഓക്കെ മാം. ഓക്കെ. താങ്ക് യു. താങ്ക് യു. ഓക്കെ സർ. നമ്മുടെ ഒബ്സർവർ ഫസ്റ്റ്. ഒബ്സർവർ നമ്പർ 1 ഉണ്ട് സാർ. ഹരിശങ്കർ. യെസ് സാർ. സിസ്റ്റർ ഒരു റേഡിയോ നാടകത്തിലൂടെ പോകുന്നവര് നമുക്ക് തോന്നിയില്ലേ? തോന്നി. ഇടയ്ക്കൊന്ന് ഒരു റഷ് ഫീൽ ചെയ്തായിരുന്നു. ഇനി ഒന്ന് പറയൂ, പ്രൊസീജിയറൽ ആസ്പെക്റ്റിലുള്ള ഈ എന്തൊക്കെയാണ്, എങ്ങനെയാണ് സിസ്റ്റർ കാര്യങ്ങൾ ചെയ്തത്, മറ്റുള്ളവർ എങ്ങനെയാണെന്നുള്ളതെന്ന് പറയൂ. സിസ്റ്റർ ആദ്യം സിസ്റ്ററിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സിസ്റ്ററിന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും പ്രാക്ടീസിങ് ക്വാളിഫിക്കേഷനും ഒക്കെ പറഞ്ഞിട്ട് തുടങ്ങി. പിന്നെ ഒരു മീഡിയേഷന്റെ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞ്, അതായത് ഇതൊരു വോളണ്ടറി പ്രോസസ്സാണ്, അവർക്ക് എന്താണ് അവർ സ്വയം ഇതിലൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ്. സിസ്റ്റർ ഒരു സ്റ്റേജിൽ മീഡിയേറ്റർ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ എന്ത് തോന്നുവാണെങ്കിൽ സജഷൻസ്. ഹരിശങ്കർ. യെസ് സാർ. സ്ക്രീനിൽ കണ്ണ് കാണുന്നില്ല എനിക്ക്. കാണാമോ സാർ? അതെ, കേക്കോ? ഓക്കെ. അത് വേണ്ട. എന്താണ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, ഏതെങ്കിലും ഭാഗത്ത് തെറ്റായ രീതി ചെയ്തിട്ടുണ്ട്, അത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ സാർ. അതിപ്പം ഇതില് എന്താണ് ഗ്രൗണ്ട് റൂൾസ് എന്ന് എടുത്തു പറഞ്ഞപ്പോൾ സിസ്റ്റർ ഈ അൺപാർലമെന്ററി വേർഡ്സ് ഇൻഫ്ലമേറ്ററി വേർഡ്സും മെൻഷൻ ചെയ്യാനൊന്ന് വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ അത് ഇൻട്രൊഡക്ഷനിൽ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗ്രൗണ്ട് റൂൾസിൽ അത് എടുത്തു പറഞ്ഞപ്പോൾ ആ ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ പോയത് നമ്മുടെ ഒരു റീസ്റ്റേറ്റിംഗില് സിസ്റ്റർ ഒരു കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ട് എനിക്ക് തോന്നി. മീഡിയേറ്റർ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തേണ്ടതായി തോന്നി. കാരണം കുറച്ചുകൂടെ അതിലൊരു പോയിന്റില് നമ്മുടെ മീഡിയേറ്റർ എന്താണ് ഒരു ഫാദർ ഇൻ ലോ മരിച്ചപ്പോൾ അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്ത്, അതൊരു കുറച്ചുകൂടെ റെസ്പെക്ട് കൊടുത്തിട്ട് സംസാരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അരുൺ അതിൽ ഒഫൻഡഡ് ആകാം. അങ്ങനെ ഒരു റീസ്റ്റേറ്റ്മെന്റിൽ ഒരു പാകപ്പഴ എനിക്ക് തോന്നി. പക്ഷെ അത് ഹരിശങ്കർ പറഞ്ഞതായിരുന്നില്ല, വേറെ വല്ലതും ഉണ്ടോന്ന് എനിക്കറിയാം. വേറെ സാർ വേറെ ഒരു ഇത് തോന്നി എന്താന്ന് വെച്ചാൽ കുറച്ച് പോയിന്റ് ഫസ്റ്റ് ഒരു ഫൈനലി നമ്മുടെ ആര്യ പറഞ്ഞിരുന്നു, ഒരു പ്രോപ്പറായിട്ട് ലിസൺ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഡിവോഴ്സിന് ആവശ്യം വരത്തില്ലായിരുന്നു എന്നൊരു പോയിന്റ് പറഞ്ഞിരുന്നു. ഡിവോഴ്സിലേക്ക് വരത്തില്ലായിരുന്നു, പ്രോപ്പറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു പ്രോപ്പർ ലിസണിങ് ഉണ്ടെങ്കിൽ ഡിവോഴ്സിലേക്ക് വരത്തില്ലായിരുന്നു. അപ്പം സിസ്റ്റർ അത് ഫൈനലി അത് കൺക്ലൂഡ് ചെയ്തപ്പോൾ അത് ആ ഒരു പോയിന്റ് വിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി താങ്കൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു, താങ്കളെ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഒരു പോയിന്റ് ഇടയ്ക്കൊരു ഇന്ററപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു പോയിന്റ് പറഞ്ഞൊരു കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് മീഡിയേറ്റർ ഇന്ററപ്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി ചില പോയിന്റ്സിൽ. ഞാൻ അത് ആലോചിച്ചു. വേറെ ഒന്നല്ല, പാർട്ടീഷനോട് ഇന്ററപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മീഡിയേറ്റർ ഇടയ്ക്കിടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് അത് പെട്ടെന്ന് ഓക്കെ, ഒരു പോയിന്റ് ആ പോയിന്റ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പേ പാർട്ടി ഒന്ന് ഇന്ററപ്റ്റ് ചെയ്ത് ഇതാണോ ഉദ്ദേശിച്ചതെന്നൊരു ചോദ്യം വന്നിരുന്നത്. കംപ്ലീറ്റ് ആക്കിയിട്ട് അത് ചോദിച്ചതിന് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വന്നിരുന്നേനെ എന്ന് തോന്നി. അപ്പോൾ മീഡിയേറ്റർ മറന്നുപോയാലൊന്ന് പേടിച്ചിട്ടാണ് അത് തോന്നി. പിന്നെ നമ്മുടെ അരുണിന്റെ റീസ്റ്റേറ്റിംഗിലും സിസ്റ്റർ ഒരുമാതിരി എല്ലാം കവർ ചെയ്തിരുന്നു. പിന്നെ അവസാനം ഡിവോഴ്സ് ആവശ്യപ്പെട്ടു, അതെല്ലാം ആവശ്യപ്പെട്ടിരുന്നു, എല്ലാം കവർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഒരു അജണ്ട സെറ്റിംഗ് ഇച്ചിരി ഒരു റഷ് ആയിട്ടാണ് നടന്നത് എന്ന് തോന്നി. പ്രത്യേകിച്ച് അരുണിന്റെ കൺസേൺസും ഇഷ്യൂസും നോട്ട് ഔട്ട് ചെയ്തപ്പോൾ അതൊന്ന് പെട്ടെന്ന് ജസ്റ്റ് പോയിന്റ് ഇങ്ങനെ പറഞ്ഞു പോയ പോലെ. ആര്യയുടെ എന്നാ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു മീഡിയേറ്റർ. പക്ഷെ അതേ സമയത്ത് അരുണിന്റെ ജസ്റ്റ്
എന്താണ് ഡിവോഴ്സ്, ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾനെസ്, ഓപ്പൺനെസ്, അങ്ങനെ ഇങ്ങനെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയ പോലെ തോന്നി. ഒരു ക്ലാരിറ്റി വരുത്താതെ ഒരു പെട്ടെന്ന് പറഞ്ഞു പോയ പോലെ തോന്നി. പിന്നെ അതേ സമയത്ത് ആ ഒരു അരുണിന്റെ ഇത് സ്റ്റേറ്റ് ചെയ്ത സമയത്ത് ഫ്രണ്ട്ഷിപ്പ് റെമീസിന്റെ ഒരു ഇഷ്യൂ അവിടെ മെൻഷൻ ചെയ്തില്ല. അരുണിന്റെ ഒരു കൺസേൺസ് പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ ആ സമയത്ത്, അതിന് മുമ്പും അത് കഴിഞ്ഞു അത് നോട്ട് ഔട്ട് ചെയ്തെങ്കിലും ഈ ഒരു കൺസേണും ഇഷ്യൂ നോട്ട് ഔട്ട് ചെയ്യുന്ന ആ ഒരു ലിസ്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു പോയിന്റ് വിട്ടുപോയെന്ന് തോന്നി. പിന്നെ വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു പ്രസൻസിന്റെ, വീട്ടുകാരുടെയും ഭാര്യയുടെയും ആര്യയുടെയും പ്രസൻസ് ഇല്ല എന്ന് തോന്നിയ കാര്യവും ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോൾ പറഞ്ഞു വിട്ടുപോയി. പക്ഷെ എങ്കിലും അത് നെഗോഷിയേഷൻ പ്രോസസ്സിൽ ആ പോയിന്റ് ഒക്കെ കവർ ചെയ്തു. പക്ഷെ ആ ഒരു ഇതിൽ പറയാൻ വിട്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് നെഗോഷിയേഷൻ പ്രോസസ്സും ഇച്ചിരി റഷ്, അതായത് എനിക്ക് തോന്നുന്നു സമയക്കുറവ് മൂലമായിരിക്കാം സിസ്റ്ററിനെ പെട്ടെന്ന് റഷ് ചെയ്യേണ്ട വന്നത്. പെട്ടെന്നൊരു റഷിങ് ഉണ്ടായി അതില്. പിന്നെ മറ്റേ ഒരു എന്താണ് ആ ജോയിന്റ് സെഷനിൽ, അതായത് പുഷ്പലതയും റെമീസും ഒക്കെ ഉള്ള ജോയിന്റ് സെഷനിൽ കൊണ്ട് കുറെ ഇഷ്യൂസ് തീർന്നെന്ന് പറഞ്ഞു. അപ്പൊ തീർന്നെന്നും പറയുമ്പോഴും ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ തീർന്നു എന്നങ്ങ് പറഞ്ഞു പോവുകയാണ്. അതിലും എനിക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വേണമെന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി. എന്താ സാർ? പിന്നെ സാർ, പിന്നെ ഫൈനലി നെഗോഷിയേഷൻ പ്രോസസ്സിൽ കവർ ചെയ്ത് അവർ മെയിനായിട്ട് കവർ ചെയ്തത് ഈ എന്താണ് ഈ ഫ്രണ്ട്ഷിപ്പ്, പ്രസൻസ്, പ്രൈവസി എന്ന ഇഷ്യൂസ് ആണ്. അതില് ഫ്രണ്ട്ഷിപ്പില് അവർ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെ ചെയ്തു. ആര്യ അതില് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിലൊക്കെ റെഡിയാന്ന് പറഞ്ഞ് അംഗീകരിച്ചു. പിന്നെ പ്രസൻസിന്റെ കാര്യം, ഓവർ ടൈമിന്റെ കാര്യം അവിടെ എന്താണ് ആര്യോട് ചോദിച്ചില്ല എന്ന് തോന്നുന്നു. അതായത് വീക്കെൻഡ്സിൽ ഓവർ ടൈം വർക്കൊന്നും ചെയ്യരുത് എന്ന് അരുൺ ആവശ്യപ്പെട്ടിരുന്നു. സിസ്റ്റർ അങ്ങ് അംഗീകരിക്കുകയാണ്. ആ ഒരു ഓവർ ടൈം ആര്യക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ആര്യയോട് ചോദിക്കാൻ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. അതാണ് പിന്നെ തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി പ്രൈവസി ഒക്കെ, പിന്നെ എന്താണ് പാസ്വേഡ് അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞില്ലെങ്കിലും അതൊരു പേഴ്സണൽ സ്പേസ് എന്നൊരു വാക്ക് ഉപയോഗിച്ച് അത് കവർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അരുൺ അത് ആവശ്യമില്ല എന്ന് അരുൺ സമ്മതിച്ചു. ആ ഒരു ഇഷ്യൂവും സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിസണിങ്, കമ്മ്യൂണിക്കേഷൻ അതെല്ലാം അത് വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ചുകൂടെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് ആക്ടിവിറ്റി കുറച്ചുകൂടെ ആകാമായിരുന്നു. പക്ഷെ അതില്ലാതെ തന്നെ നമ്മുടെ പാർട്ടീസ് ഇഷ്യൂസ് സോൾവ് ചെയ്ത് വന്നു, തന്നെ വോളണ്ടറി ആയിട്ട് സോൾവ് ചെയ്ത് വന്നു. വേണമെങ്കിൽ കുറച്ചുകൂടെ ആകാമായിരുന്നു എന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി. പക്ഷെ അതില്ലാതെ തന്നെ വന്നുകൊണ്ടായിരിക്കാം മീഡിയേറ്റർ അങ്ങനെ അതിൽ ഫോക്കസ് ചെയ്യാഞ്ഞത്. പിന്നെ ഫൈനലി സെറ്റിൽമെന്റ് അഗ്രിമെന്റിൽ ഇതെല്ലാം കവർ ചെയ്തു. പിന്നെ ഒരു ഫാമിലി കെയർ കൂടുതൽ കെയർ ചെയ്യാമെന്നൊരു പോയിന്റ് ഒരു സ്റ്റേജിൽ സെറ്റിൽമെന്റ് അഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ഒരു പോയിന്റ് ഒഴിച്ചിട്ട് പിന്നെ എന്താണ് പറഞ്ഞത്, എന്താണ് വീക്കെൻഡ്സിൽ ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ ഇതൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ആ ഒരു ഡേറ്റ് വേണമെങ്കിൽ സ്പെസിഫൈ ആയിരുന്നു. ഈ വീക്കിൽ ഇത്ര ദിവസം തൊട്ട് ലീവ് എടുത്ത് നിൽക്കാം ആണെങ്കിൽ ഡേറ്റ് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യായിരുന്നു. പിന്നെ ഓവർ ടൈം, അതിൽ ഓവർ ടൈം വർക്ക് പറഞ്ഞു. പിന്നെ തുറന്ന് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പ്രൈവറ്റ് സ്പേസ്, ബാക്കിയുള്ള ഏരിയസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ രാത്രി പിക്കപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതും ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്യാൻ പറഞ്ഞു. അതായത് റെമീസ് നൈറ്റിലൊക്കെ കൊണ്ട് വിടുന്നതും ഒക്കെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, സംശയം ഉണ്ടാകാൻ സാധ്യത ഉള്ള ഏരിയയെ അതുകൂടെ ഒന്ന് കവർ ചെയ്യണം എന്ന് തോന്നി. ഇത്രയൊക്കെയാണ് സാർ തോന്നിയത്. ഒബ്സർവർ 2 ഹരിശങ്കർ കംപ്ലീറ്റ് പറഞ്ഞോ? പിന്നെ ഞാൻ ചോദിക്കില്ല. ഹരിശങ്കർ പോയതുണ്ടെങ്കിൽ പറയണം. അല്ല, അത് അതെങ്ങനെ സംഭവിച്ചു? ഹരിശങ്കർ, ശ്രീശങ്കർ, അത് സ്നേഹബന്ധം കൂടെ ഗ്രൂപ്പിലായത്. ഓ, അപ്പൊ പിന്നെ ആ ബന്ധങ്ങൾ ഇപ്പൊ ഇവിടെ ഒന്നും കൂടി പുതുക്കാനോ പോണപ്പോ? സാറേ, ഇതില് ഫസ്റ്റ് സിസ്റ്റർ മീഡിയേഷന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ഈ നമ്മുടെ അൺപാർലമെന്ററി ഇതിന്റെ വേർഡ്സ് ഒന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നീട് സിസ്റ്റർ ഈ ഗ്രൗണ്ട് റൂൾസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് വേറൊരു സെക്ഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ആദ്യം കുറച്ച് വേർഡ്സ് അതിൽ കയറി വന്നു, ഗ്രൗണ്ട് റൂൾസ് തന്നെ. ഷിജു, പിന്നെ ഷിജു കണ്ട മീഡിയേറ്ററുടെ പാളിച്ചകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്താണ് പാളിച്ചകൾ ഷിജുവിന്റെ കണ്ണിൽ ആസ് എ മീഡിയേറ്റർ ചെയ്യാത്തത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. പാളിച്ചകൾ ചെയ്തത്. പാളിച്ചകൾ ഇടയ്ക്ക് നമ്മുടെ ആര്യയുടെ അടുത്ത് വേർഡ്സ് കട്ടായി പോകുമ്പോ അതൊന്ന് കൂട്ടിച്ചേർക്കുന്നതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു ചില സമയത്ത്. നമ്മുടെ എല്ലാവരും പ്രാക്ടീസ് ചെയ്തല്ലേ നിങ്ങൾ ഇരുന്നിട്ട്? ഈ റോൾ പ്ലേ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? അതെല്ലാരും കൂടി ഡിസ്കസ് ചെയ്തതാണ്. അല്ലല്ലോ, 100% കോപ്പിറൈറ്റ് ഉള്ള സാധനമാണുള്ളത്. എവിടെ നിന്ന് കിട്ടി? ആരാണ് ഇതിന്റെ ഉപജ്ഞാതാവ്? ആരാ? ഷിജു ജസ്റ്റ് അപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളതെന്ന് അർത്ഥം അവരൊപ്പം? അല്ലല്ല, നിങ്ങൾ ഉണ്ടാക്കിയാണോ അത്? ഉറപ്പാണോ? അല്ല സർ, ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. അങ്ങനെ പറ. ഈ ഷിജു എന്നാ ചേർന്നത് ടീമില്? അല്ല സാർ, ഞാൻ ചേർന്നുണ്ട്. പക്ഷെ ഇത് എന്റെ അടുത്ത് ആദ്യം അവരെടുത്തേ, അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ. ഇനി സാർ ഇതിലൊരു ബേസ് ഐഡിയ ഞങ്ങള് വേറൊരു ക്വസ്റ്റിനിൽ നിന്ന് എടുത്തതാണ്, പക്ഷെ അതിൽ നിന്ന് കുറെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ശ്വേത പറ, ഞങ്ങള് റെഫർ ചെയ്തായിരുന്നു. എവിടുന്ന്? വീഡിയോ റെഫർ ചെയ്തോ? എന്താ? ഇല്ല സാർ, വീഡിയോ അല്ല റെഫർ ചെയ്തത്. ഞങ്ങള് ആ ക്വസ്റ്റ്യൻ പ്രോബ്ലം റെഫർ ചെയ്തായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് ഞങ്ങളുടേതായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ആഡ് ചെയ്യാൻ ചെയ്തത്. പക്ഷെ ഇത് നിങ്ങൾ മാറ്റിയ ചേഞ്ച് ഒന്നും എന്റെ കണ്ണിൽ പെടുന്നില്ല. സിമുലാറ്റിന് എന്റെ കണ്ണിൽ പെട്ടത് മുഴുവൻ. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു മാത്രം. ഇല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു മാത്രം. അതൊക്കെ അങ്ങനെ ആവാം. ഷിജു കണ്ടിന്യൂ ചെയ്യൂ. ഷിജു അപ്പൊ ഇവരൊപ്പം എന്നാ ചേർന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അല്ലേ? ഇവര് വിളിച്ചു ചെന്ന്. അല്ലല്ല, ആ 3 ദിവസം പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. അതാ പറഞ്ഞ പ്രാക്ടീസിനാ പോയി ചേർന്നതെന്ന്. ഇവര് ഈ പാചകം ചെയ്യുമ്പോ ഉണ്ടായില്ല, പോയി ചെന്നിരുന്ന് കൈ കഴിക്കാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അല്ലല്ല, എല്ലാരും കൂടെ ഒന്ന് ബാറ്റർ തന്നപ്പോ അത് പഠിച്ചു, അതിനനുസരിച്ച് ചെയ്തു. അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തി. ഓക്കെ, ശരി, തുടങ്ങിക്കോ. പിന്നെ നമ്മള് പറയുകയാണെങ്കിൽ നമ്മുടെ അരുൺ ആദ്യം ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടായിരുന്നു നിന്നിരുന്നത് അരുൺ. പിന്നെ അത് രണ്ടാമത്തെ ആ സെക്ഷൻ കഴിഞ്ഞപ്പോ അദ്ദേഹം കോപ്പറേറ്റീവ് ആയി, ഡൈവേഴ്സ് വേണ്ടെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി. നമ്മളിവിടെ എന്താ ഡിസ്കസ് ചെയ്യുന്നിപ്പോ? മീഡിയേറ്റർ. സോറി സാർ, അത് പുഷ്പലത. നോട്ട് ചെയ്തൊന്നുമില്ലേ? കുഴപ്പമില്ല, നമുക്ക് അടുത്തേക്ക് കിടക്കാം. നോട്ട് ചെയ്ത് നോക്കട്ടെ സാർ. ഏകദേശം അരി പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഞാൻ ചോദിച്ചത്. ഹരിശങ്കർ കഴിഞ്ഞതിന് ബാക്കിയുള്ള പറയാൻ പറഞ്ഞ അതല്ലേ? ഏകദേശം എല്ലാം പറഞ്ഞിട്ടുണ്ട് സാർ. പക്ഷേ ഒരു കാര്യം ചെയ്യും, തലവേദന എടുക്കണ്ട. ഇനിയിപ്പോ എന്തായാലും പ്രോസസ് ആസ്പെക്ട് ഡെഫിനിഷൻ എന്ന് പറഞ്ഞ mediation is a process for resolving the controversies on which a neutral intervener assists two or more negotiating parties to identify the matters of concern, develop a better understanding of their situation, and based upon that, improve the understanding, develop the mutually acceptable proposal to resolve those concerns. പിന്നെ ഫങ്ഷണൽ ആസ്പെക്ട് കൂടി ഒന്ന് പറയും. Mediation is a structured formal negotiation process following a set of key principles facilitated by the neutral third party is a mediator to assist the parties into dispute to reaching a voluntary resolution of a dispute. Okay. ഷീജ പോൾ.
മീഡിയേറ്റർ. യെസ്. ഞാൻ 10 മിനിറ്റ് ടൈം തന്നോണ്ടാണ് ആകെ കൺഫ്യൂഷനായ അവസാനം. ഇല്ലല്ലോ. എന്ന് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ഒന്നുകൂടി നോക്കൂ. സെറ്റിൽമെന്റ് എഗ്രിമെന്റില് അതിനകത്ത് ചേർത്തിരിക്കുന്ന ഞാൻ വരാം, ഒരു മിനിറ്റ്. ഞാനൊന്ന് അവര് മറ്റുള്ളവരത്തേക്ക് പോയിട്ട് വരാം കേട്ടോ. ഒരു മിനിറ്റ്. സുബിത. സെറ്റിൽമെന്റ് എഗ്രിമെന്റ് കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് ആണോ? പ്രോസസ് ആസ്പെക്ട് ഡെഫിനിഷൻ എന്ന് പറയും. Mediation is a process for resolving controversies in which neutral mediator assists for more negotiation, engaging parties to identify matters of concern, develop a better understanding of their situation, and based upon that, improve understanding, develop mutually acceptable support for their concern. Okay. Ramesh. ഇല്ലേ? എനിക്ക് കാണുന്നുണ്ടായില്ല. സെറ്റിൽമെന്റ് എഗ്രിമെന്റിനെ കുറിച്ച് എന്താ പറയുന്നത്? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല, ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ? പിന്നെ ഒന്നും നമുക്ക് ആഡ് ചെയ്യാനില്ല അതില്. എന്നാ ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയും. Mediation is a structured formal negotiation process following a set of key principles facilitated by a neutral third party with a mediator to assist the parties in dispute in reaching a voluntary resolution of a dispute. സിസ്റ്റർ അജണ്ട സെറ്റ് ചെയ്തു. അല്ല, ഞാൻ റമീസിനോടാണ് ചോദിക്കാണ്. റമീസിന് അതൊന്നുകൂടി ഭംഗിയായ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് നൗൺ of the agenda. Naming only. അജണ്ട എന്ന് പറയുമ്പം പ്രൈവസി, പ്രസൻസ്, അണ്ടർസ്റ്റാൻഡിങ്, ട്രസ്റ്റ്, ഫ്രണ്ട്ഷിപ്പ്, സപ്പോർട്ട് ഒക്കെയല്ലേ വരുന്നത്. സിസ്റ്റർ ഫ്രെയിം ചെയ്തല്ലേ? അതല്ലാതെ വല്ലതും ഉണ്ടോന്ന് എനിക്ക് അറിയേണ്ടത്. ലിസണിങ് പറഞ്ഞായിരുന്നു. റമീസ് എവിടെ ഇരിക്കുന്നത്? ഞാൻ വീട്ടില്. റൂമാണോ അല്ലെങ്കിൽ ഡ്രസ്സാണോ വെച്ചാണ്? അല്ലല്ല, ടെറസിലാ. മേളത്തെ ഇതിലിരിക്കോ ടെറസിൽ. അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് അങ്ങനെ ഒരു അപ്പിയറൻസ് തോന്നിയത്, അതാ ചോദിച്ചത്. ശ്വേത. സെയിം ക്വസ്റ്റ്യൻ. അജണ്ട അല്ല. സെറ്റിൽമെന്റ് എഗ്രിമെന്റ് കംപ്ലീറ്റ് ആണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ചോദിച്ചത് മനസ്സിലായോ? ഇനി വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. നിങ്ങൾ എഴുതുമ്പോ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുക, ചിലപ്പോ നിങ്ങൾ നോക്കിയാൽ കാണും. അതതിന്റെ വ്യത്യാസം. ഞങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പല പ്രാവശ്യം എല്ലാവരും മുന്നേ നോക്കിയാണ്. അപ്പൊ ഇനി അതിൽ തെറ്റ് വരാൻ സാധ്യതയില്ല അല്ലേ? പ്രോസസ് ആസ്പെക്ട് ഡെഫിനിഷൻ എന്ന് പറയും. Mediation is a process for resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concerns,
develop a better understanding of their situation, and based upon that improved understanding, develop a mutually acceptable proposal to develop those concerns. ഓക്കെ ഗീത ഗീത മോൾ ഓക്കെ അല്ലേ? ചോദിച്ചോട്ടെ. സെറ്റിൽമെന്റ് ഒക്കെ ശ്രദ്ധിച്ചോ? എല്ലാരും കൂടി എഴുതിയോണ്ടെങ്കിൽ ഇപ്പൊ അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല അല്ലേ? ഓക്കെ ആണ് സെറ്റിൽമെന്റ്? അതെ സാർ. അതെനിക്ക് അജണ്ട സെറ്റ് ചെയ്ത് തരുമോ? ഷുവർ സാർ. അരുണിന്റെയും ആര്യയുടെയും പറയട്ടെ? വേണ്ട, രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് പറഞ്ഞാൽ മതി. നെയിംസ് ഓൺലി, നൗൺ ഫോം. രണ്ടുപേർക്കും പ്രൈവസി വേണമായിരുന്നു. ഒരാൾക്ക് മാരിറ്റൽ പ്രൈവസി, മറ്റൊരാൾക്ക് ജസ്റ്റ് യു നെയിം ഇറ്റ് ആൻഡ് ഗോ അഹെഡ്. ഓൺലി വൺ ടു പ്രൈവസി, പിന്നെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ട്രസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ സപ്പോർട്ട്, പ്രസൻസ്, പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ലിസ്റ്റ് ചെയ്യാത്തത് വരല്ലത് പറഞ്ഞാൽ അത് തന്നെയുള്ളൂ. ഓക്കെ, ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞോ. ഫങ്ഷണൽ ആസ്പെക്ട്. Okay, sir. Mediation is a structured, formal negotiation process following a set of key principles facilitated by a neutral third party to assist the parties in dispute in reaching a voluntary resolution of a dispute. Anju. Yes, sir. Anju. Yes, sir. കേൾക്കണം. സെറ്റിൽമെന്റിന്റെ അതെ, സെറ്റിൽമെന്റിലെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഓക്കെ, എന്നാൽ പ്രോസസ് ആസ്പെക്ട് ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞോ. പ്രോസസ്. Mediation is a process of resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. ഓക്കെ, ഞാനിപ്പോ തിരിച്ച് മീഡിയേറ്ററിൽ തന്നെ എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ സെറ്റിൽമെന്റ് അഗ്രിമെന്റിൽ പ്രശ്നമില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് ചോദിക്കാം. അപ്പൊ എന്തെങ്കിലും പ്രശ്നം കാണണ്ടോ എന്ന് പറഞ്ഞാൽ മതി. അവിടെ ലൈറ്റ് ഇല്ല, കാണുന്നില്ല. ഒരു പ്രശ്നമുള്ള പോലെ തോന്നി എനിക്ക്. അപ്പൊ ആ പ്രശ്നം ഏറ്റവും കേൾക്കട്ടെ. ബാക്കി പ്രശ്നങ്ങൾ ഞാൻ പിടിച്ചു വലിച്ചെടുത്തോളാം. ഓക്കെ, ഒരു ഡിഫോൾട്ട് ക്ലോസും കൂടി അതിന്റെ കൂടെ വെക്കണം. എക്സാക്ട്ലി. ഇത് മുഴുവൻ നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് വീണ്ടും 100 കേസായിട്ട് നടക്കില്ലേ? ഡിഫോൾട്ട് ക്ലോസ് ഇല്ലാതെ എഴുതി വെച്ച് എന്താ ഉണ്ടാവുക? നിങ്ങളുടെ ഒറ്റ ആളും കണ്ടില്ല. സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ? ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. അല്ല സാർ, ആക്ച്വലി അത് ഡിഫോൾട്ട് ക്ലോസ് ഞങ്ങൾ ആരും വിട്ടുപോയതല്ല. ഞങ്ങളൊരു ക്ലോസ് വെക്കുകയും ചെയ്തതാണ് ആദ്യം. പക്ഷേ ഞങ്ങളൊരു ഒപ്പീനിയൻ പലരോടും ചോദിച്ചപ്പോൾ ഈ ഒരു കേസിൽ ഡിഫോൾട്ട് ക്ലോസ് വേണ്ടാന്നൊരു ഒപ്പീനിയൻ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ആരും പറയാഞ്ഞത്. അപ്പോ നിങ്ങളുടെ സെറ്റിൽമെന്റിൽ എത്തിയോണ്ടാണ് സാർ ഞങ്ങൾ അത് വെക്കാഞ്ഞത്. നിങ്ങളുടെ അറിവിൽ നിങ്ങൾ ഉറച്ചു നിന്നില്ല എന്നുള്ളതല്ല എന്റെ അർത്ഥം. മറ്റുള്ളവർക്ക് നിങ്ങളുടെ അറിവ് ഡൈല്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു ഈസിലി. അല്ല സാർ, ഞങ്ങൾ അത്യാവശ്യം ക്വാളിഫൈഡ് ആയുള്ള ആളുകളോടാ ചോദിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചത്. ക്വാളിഫൈഡ് ആയെന്ന് നിങ്ങൾ ധരിച്ചു, പക്ഷെ അവർ ക്വാളിഫൈഡ് അല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? സോറി സാർ, ക്വാളിഫൈഡ് അല്ല, ഞങ്ങൾ വെച്ചതായിരുന്നു. ഞങ്ങള് ഒരു കാര്യം ചെയ്യാം. എവിടെയൊക്കെയാണ് ഡിഫോൾട്ട് ക്ലോസ് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് എന്തോ ഏതെല്ലാം ടൈംസിനാണ് ഡിഫോൾട്ട് ക്ലോസ് വേണ്ടതെന്ന് നോക്കി വേണം. ഓക്കെ, ഇപ്പം ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒത്തുതീർപ്പ് കരാർ ഒപ്പുവെച്ച തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ വിവാഹമോചന അപേക്ഷ സ്വമേധയാ പിൻവലിക്കാൻ അരുൺ ഇതിനകം സമ്മതിച്ചു കൊള്ളുന്നു.
അപ്പൊ അഥവാ അവിടെ സമ്മതിച്ചില്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് ക്ലോസ് വെക്കാം. അതെ, സമ്മതിച്ചില്ലെങ്കിൽ അരുൺ മാത്രം, അരുണാണ് കേസ് കൊടുത്തത്? അതെ. ശരി. പിന്നെ അടുത്തത് പിന്നെ ഈ വരുന്ന ഒരു മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് വന്നത്, ഈ വരുന്ന ആഴ്ചയിൽ ആദ്യത്തെ ദിവസങ്ങൾ, ഞാൻ ആ ദിവസങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ലായിരുന്നു, എഴുതിയിരുന്നു, പിന്നെ അത് വേണ്ടാന്ന് വെച്ചതാ. ആര് ലീവ് എടുത്ത് അരുണുമായി കൂടുതൽ സമയം ചെലവഴിക്കുകയും ഒപ്പം OT വർക്കും കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുകയും വീക്കെൻഡ്സ് പൂർണ്ണമായി ഒരുമിച്ച് ആകാൻ ശ്രമിക്കുകയും ചെയ്യും. ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ ഡിഫോൾട്ട് വേണ്ട. അവര് ശ്രമിച്ചില്ലെങ്കിൽ? ശ്രമിക്കുക എന്നുള്ള എന്താ ക്വാളിഫിക്കേഷൻ? നടന്നില്ലെങ്കിൽ ഞാൻ ശ്രമിച്ചു നടന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഡിഫോൾട്ട് ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഒരു അസർഷൻ ഉണ്ടായില്ല, തീരുമാനം വേഗമായിരുന്നു. ദാറ്റ് മേ ലീഡ് ടു ഡിസ്പ്യൂട്ട് അഗൈൻ, ഇല്ലേ? ശ്രമിച്ചില്ല എന്ന് പറഞ്ഞുകൂടെ? പറയാം. അപ്പൊ നമ്മള് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതുമ്പോ വേഗമാവാൻ പാടില്ല. ഓക്കെ സർ. അതാണ് അതിന്റെ ഒന്നാമത്തത്. ഇനി അടുത്തത് പിന്നെ ഒരു ഡിഫോൾട്ട് ക്ലോസ് വെക്കേണ്ടതായിട്ട് എനിക്ക് ആര്യയുടെ സുഹൃത്ത് ബന്ധങ്ങൾ തുടരാൻ അനുവദിക്കുക, കൂടാതെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടർ ചർച്ചകളും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുമായിരിക്കും. ഇത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എഴുതാതിരിക്കാവുന്നതും. കാരണം ഇതാകുമ്പോ ആൾക്കാർക്ക് എപ്പോഴും ഒന്നില്ലെങ്കിൽ ഇത് ടെൻഡൻസി വയലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കംപ്ലൈ ചെയ്തോ നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടായി കൊടുക്കല്ലേ ചെയ്യാം. അപ്പൊ നമ്മൾ വേറെ രീതിയിൽ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാൻ. പൊട്ടങ്ങി അടുത്ത് പറയും. ഇത്രയും പോയിന്റ്സ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സർ. ഇനി ഫസ്റ്റ് പോയിന്റ് ഡിഫോൾട്ട് ക്ലോസ് ഇല്ലാതെ എങ്ങനെ എഴുതാം അത് നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് എടുക്കൂ. ഡിഫോൾട്ട് ക്ലോസ് വേണ്ടാതെ നമുക്ക് അത് റീഅറേഞ്ച് ചെയ്താൽ ഡിഫോൾട്ട് ക്ലോസ് വേണ്ട. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പ് കരാർ ഒപ്പുവെച്ച തീയതി മുതൽ ഒരു മാസത്തിനുള്ളിൽ വിവാഹമോചന അപേക്ഷ സ്വമേധയെ പിൻവലിക്കാൻ അരുൺ ഇതിനകം സമ്മതിച്ചുകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പം ഈ കണ്ടീഷൻ വേണ്ട, ഡിഫോൾട്ട് ക്ലോസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് അങ്ങനെ മതി. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിർത്തി, ബാക്കിയുള്ള അല്ലെങ്കിൽ മോഡിഫൈ എന്തെങ്കിലും ചെയ്ത് നോക്കുക. ഇത് വെച്ചിട്ട് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ കോടതിയിലോട്ട് വിടുന്നുള്ളൂ, മറ്റു കാര്യങ്ങളുള്ളൂ. കംപ്ലയൻസ് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് മാറ്റി എഴുതും. വിവാഹമോചനം ഇന്ന ദിവസം ഫയൽ ചെയ്യാൻ രണ്ടുവട്ടം കൂടി തയ്യാറാക്കി ഒപ്പിട്ട് ഇന്ന ഡേറ്റിന് കൊടുത്തു, അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് അപ്പൊ പറഞ്ഞാൽ മതി. ഡിഫോൾട്ട് വേണ്ട. പിന്നെ മറ്റു കാര്യങ്ങൾ അന്യോന്യം ജസ്റ്റ് ഈ എടുത്തു പറയാതെ ഭാവിയിൽ യാതൊരുവിധ പ്രശ്നങ്ങൾ ഒരുമിച്ച് പോകാനോ അല്ലെങ്കിൽ വേറെ ഒന്നും പറയണ്ട, ഭാവിയിൽ പഴയ മാതിരി തന്നെ തുടർന്ന് ജീവിക്കാനും അങ്ങനെ പറഞ്ഞാൽ മതി. ക്വാളിഫിക്കേഷൻസ് അത് ഇടാതിരിക്കുക, പ്രശ്നങ്ങളൊന്നും പറയാതിരിക്കുക. അത് അവർ ഇത് എഴുതിയ സാധനങ്ങൾ അവർ തമ്മിൽ പറഞ്ഞൊരു ധാരണയിലാക്കിയാൽ മതി, പേപ്പറിൽ വരരുത്. മറ്റേതാവുമ്പോ വീണ്ടും വീണ്ടും ആ കണ്ടീഷൻ കംപ്ലൈന്റ് നോക്കാനും കണ്ടീഷൻ വയലേറ്റ് ചെയ്യാനുള്ള സൈക്കോളജിക്കൽ ടെൻഡൻസി അവിടെ ഉണ്ടാവും. ദേഷ്യം വരുമ്പോൾ മറ്റൊക്കെ അന്യോന്യം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും സംസാരത്തിലൊക്കെ. ഒരു ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, അപ്പൊ അതൊക്കെ അവരിത് ടൂളാക്കി എടുക്കും. അപ്പൊ ആവുന്നതുകൊണ്ട് അതൊക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ ബോധ്യമായില്ല, ഇനി നമുക്ക് കേസ് പിൻവലിക്കാം, നിങ്ങൾ പഴയ മാതിരി അങ്ങോട്ട് ജീവിച്ചോളാം പറഞ്ഞങ്ങോട്ട് ഒരു ടേംസിലാണ് തീർത്താൽ മതി. മറ്റത് എഴുതി വെച്ച് തീർക്കാൻ പറ്റില്ല. ബിഹേവിയർ ആണത്. നിങ്ങൾ യു ആർ സെറ്റിലിംഗ് ഓർ imposing certain terms and conditions for behavior ആണ്. അത് പാടല്ലേ. ബിഹേവിയർ നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷനിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മറ്റു കാര്യങ്ങൾ മാത്രമേ നമുക്കത് സെറ്റിൽമെന്റിലൂടെ നമുക്കത് എഴുതി തീർക്കാൻ പറ്റുള്ളൂ. ബിഹേവിയർ ആണെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് ക്ലോസ് വെച്ച് പറ്റും, ഇങ്ങനെയാണ് വേണ്ടത്. ഇൻ കേസ് ഈ ബിഹേവിയറിൽ നിന്ന് മാറുകയാണെങ്കിൽ വീണ്ടും വിവാഹമോചനത്തിന് കൊടുക്കാവുന്ന എന്നുള്ള രീതിയിലുള്ള ഡിഫോൾട്ട് ക്ലോസ് തന്നെ വെക്കേണ്ടി വരും. അങ്ങനെ ഒന്നായിരിക്കും. അത് പാടല്ലേ. കാരണം അത് വന്നു കഴിഞ്ഞാല് ഒരാൾക്ക് വീണ്ടും വിവാഹമോചനം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് സാധാരണ രണ്ടാമത് വരണമെങ്കിൽ വരട്ടെ നിൽക്കുക, ഇങ്ങനെ തീർത്ത് പ്രശ്നങ്ങളൊക്കെ പുറത്ത് തീർത്ത് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ്
കേസ് പിൻവലിക്കാനും അതിനുള്ള അപേക്ഷ ഇന്ന് തന്നെ എല്ലാവരും രണ്ടു കൂട്ടരും തയ്യാറാക്കി ഇന്ന് തന്നെ ഒപ്പിട്ടിരിക്കുന്നു എന്നും കൂടി പറയാം നമ്മൾ. പിന്നെ ഫ്യൂച്ചറിലോട്ട് വെക്കാൻ പാടില്ല. അത് ഒരു മാസം കഴിഞ്ഞൊന്നും വേണ്ട. കാരണം ഇതിനോടൊപ്പം ഫയൽ ചെയ്യാവുന്ന കാര്യമാണ് അത് കോടതിയിൽ. അത് വക്കീലന്മാർ ഫയൽ ചെയ്തോളും. പിന്നെ കോടതിയിൽ വിളിച്ചു ചോദിക്കില്ലല്ലോ. അപ്പൊ തീരല്ലേ പിൻവലിക്കില്ലേന്ന് ചോദിക്കുള്ളൂ. അപ്പൊ പിന്നെ മീഡിയേറ്റ് സെറ്റിൽമെന്റ് അതൊരു ടേംസ് വേണ്ടല്ലോ. ആ പ്രൊസീജിയർ അല്ല കോടതി ചെയ്തോളും കേട്ടോ. ആ രീതിയിലാണ്. നിങ്ങൾക്ക് വേറെ അഡ്വൈസ് സ്റ്റുഡൻസ് മീഡിയേറ്റേഴ്സ് അല്ലാതെ വേറെ എക്സ്പെർട്സ് അഡ്വൈസ് കിട്ടിയിട്ടുണ്ടോ ഇതില്? വേറെ കിട്ടിയിട്ടില്ല സർ. അപ്പൊ നിങ്ങളുടെ മൂത്തവന്മാരാണ് ഇതൊക്കെ പരിപാടി ഒപ്പിച്ചത്? മൂത്തവരോടൊക്കെ ഡൗട്ട് ചോദിച്ചിരുന്നു ഞങ്ങള്. അവരാണിത് ഈ പരിപാടി ഇങ്ങനെ ഒപ്പിച്ചത്, നിങ്ങളെ കൊണ്ട് കുടുക്കിയത്. ഡിഫോൾട്ട് ക്ലോസിന്റെ കാര്യം മൂത്തവരല്ല പറഞ്ഞത്. അത് അതാര് കുറച്ചും പറഞ്ഞു? കൂടെ ബുദ്ധിയുള്ളവരാ പറഞ്ഞത്. ടീച്ചേഴ്സ് ആണെങ്കിൽ ശ്രമിക്കുക. സോറി അദ്ദേഹം പറയില്ല. ഓക്കെ ശരി. എന്തായാലും സിസ്റ്റർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ഒരു പാളിച്ച എന്ന് പറഞ്ഞാല് ഒന്ന് ഫസ്റ്റ് ഒബ്സർവർ 1 പറഞ്ഞ മാതിരി, ഹരിശങ്കർ പറഞ്ഞ മാതിരി ഇടയ്ക്കിടയ്ക്കുള്ള ഇന്ററപ്ഷൻ അത് അരോചകമായി എടുക്കും. കാരണം പാർട്ടീസിന്റെ ഫ്ലോ പോവാണ്. നമ്മൾ മറ്റുള്ളവർ ഇന്റർഫിയർ എന്ന് പറഞ്ഞ എന്ത് റീസൺ ആണ് ആ റീസൺ ആണ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നത്. ഇന്റർഫിയർ ചെയ്യുമ്പോൾ ഫ്ലോ പോവും, അത് തന്നെയല്ലേ പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ഒബ്സർവേഴ്സ് കാണാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. റിഫ്ലക്ഷൻ ഒന്ന് കാണിക്കേണ്ടതായിരുന്നു സിസ്റ്റർ പലതിലും. ഒരു ഇഷ്യൂസ് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് മിക്കതും റിഫ്ലക്ഷനിലൂടെയും പറയാമായിരുന്നു. മനസ്സിലായോ? അവരുടെ ലേഖനിയോ മറ്റോ അതുകൊണ്ടുണ്ടായ അവരുടെ ഇഷ്യൂസ്. പിന്നെ വന്നത് ഈ അപ്പോ അത് എനിക്ക് മനസ്സിലായില്ല. എന്താണ് വാക്ക് ഉപയോഗിച്ചിരുന്നത്? തോന്നല് നോർമൽ റീസണിന്. അപ്പൊ എനിക്ക് മനസ്സിലായത് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് അവർ പറഞ്ഞ റിപ്പോർട്ട് സ്പീച്ചിലാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. മനസ്സിലായോ? കുറച്ച് സ്ഥലങ്ങളിലല്ലേ സാർ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയത്? അല്ലെങ്കിൽ മൊത്തത്തോടെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു? ഒരു ആറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് തോന്നി. കാരണം അപ്പൊ ഇനി ആ രീതിയിലായിരിക്കും ഇനി സിസ്റ്റർ ചില മീഡിയേഷൻ കൈകാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നലെന്ന് പറയണ്ട. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർഫിയർ ചെയ്യണ്ട. നമുക്ക് ചിലപ്പോൾ ലോങ് സ്പീച്ച് ആണെങ്കിൽ ചിലപ്പോൾ അതേമാതിരി രജിസ്ട്രേറ്റ് ചെയ്യാനുള്ള പേടി കൊണ്ടായിരിക്കും പലരും പകുതി ആകുമ്പോഴത്തേന് ഇന്റർഫിയർ ചെയ്യുന്നത്. അത് വേണ്ട. അപ്പൊ നമ്മൾ ഷോർട്ടാക്കി രജിസ്ട്രേറ്റ് ചെയ്താലും മതി. പക്ഷെ കഥ രൂപത്തിൽ പറയാന്നുള്ളൂ. അപ്പോ സോ ആൻഡ് സോ പറഞ്ഞത് നിങ്ങൾ ഇന്ന വർഷം കല്യാണം കഴിഞ്ഞു, ഇന്നതായി, ഭർത്താവിന് ഇന്നാണ് ജോലി, അദ്ദേഹം ഇത്ര ആൾ കഴിഞ്ഞ് ഡൽഹിക്ക് പോയി, അത് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധത്തിനും അതിൽ നിന്നാണ് നിങ്ങളുടെ ഫാമിലി പ്രശ്നം ഉണ്ടാകും. അപ്പോഴും ഭർത്താവിന്റെ ആരോപണമായിട്ട് പറയരുത്. അതിൽ നിന്ന് ആദ്യ ബന്ധത്തിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന ആണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ആ ബന്ധത്തിൽ നിന്ന് പല അസ്വാരസ്യങ്ങളും വീട്ടിൽ ഉണ്ടാവുന്നുണ്ട്. ആ ബന്ധത്തെ തുടർന്ന് ആ ബന്ധത്തോടുള്ള അങ്ങനെയുള്ള ബന്ധങ്ങൾ കാരണം അങ്ങനെ പറഞ്ഞാലും മതി. ആ പ്രോബ്ലം മാത്രം അവിടെ നിൽക്കുക. പേഴ്സണൽ അല്ലെങ്കിൽ അതിൽ ഭർത്താവിന് സംശയം തോന്നി നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതിൽ ഭർത്താവിന് തോന്നി അതല്ല പ്രോബ്ലം ഉണ്ടായെന്ന് ചോദിക്കില്ല. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വീട്ടിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ മാരിഡ് ലൈഫിനെ ബാധിച്ചിട്ടുണ്ട് അല്ലേ? ആ രീതിയിൽ പറയാം. മനസ്സിലായ? നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് യു ആർ സെപ്പറേറ്റിംഗ് പേഴ്സൺസ് ഫ്രം പ്രോബ്ലം. ആ പ്രോസസ്സാണ് നമ്മൾ അവിടെ റീസോൾവ് ചെയ്യുന്നത്. ദെൻ റിഫ്ലക്ഷൻ, അവരുടെ ഹാർഡ്ഷിപ്പ് എനിക്ക് മനസ്സിലായി. യു ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു ഷൂസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്പീക്കർ. അതാണ് ശരിക്ക് റിഫ്ലക്ഷനിലും കാര്യം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് എന്ത് തോന്നുന്നല്ല. പറഞ്ഞു വന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞത് പറഞ്ഞ ആ കാര്യം അതേമാതിരി മനസ്സിലായതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് അതിന്റെ മീനിങ്ങിൽ നിന്നല്ല മനസ്സിലായെന്ന് പറയുന്നത്. ആ മനസ്സിലാക്കാൻ രണ്ടു വിധത്തിലാണ്. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി സാർ. അതുകൊണ്ടാണ് ഈ തോന്നൽ എന്നുള്ള വാക്ക് ഇൻവോളണ്ടറി ആയിട്ട് വന്നത്. തോന്നലാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ തോന്നലല്ല. ഇത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. യു ആർ സ്റ്റെപ്പിംഗ് ടു ഹെർ ഷൂസ് ഓർ ദെയർ ഷൂസ്, ബട്ട് യു കെപ്റ്റ് യുവർ ഷൂസ് വിത്ത് യു ആൻഡ് ബിഗൺ ടു ടോക്ക്. അതാണ് ഉണ്ടായത്. നിങ്ങളുടെ ഷൂവിൽ നിങ്ങൾ ഒരു മറ്റേ ഷൂവിൽ കയറിയില്ല. അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അവരെ കാണിക്കുകയും
എന്നാൽ അതിൽ എനിക്ക് യാതൊരു വേറെ ഇൻവോൾവ്മെന്റ് ഇല്ലാന്ന് കാണിക്കുന്ന എംപത്തറ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ് റീസ്റ്റേറ്റ്മെന്റ്. അറ്റ് ദി സെയിം ടൈം അവർക്ക് മനസ്സിലാവണം എൻ്റെ അവസ്ഥ മീഡിയേറ്റർക്ക് കംപ്ലീറ്റ് മനസ്സിലായി എന്നുള്ളത്. നമ്മൾ ന്യൂട്രാലിറ്റി അതാ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും എനിക്ക് വേറെ പ്രത്യേക താല്പര്യം ഇല്ല എന്നുള്ള രീതി, അതാണ് സംഗതി. അപ്പൊ അവിടെയാണ് പറ്റിയത്. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഞാനൊരു പഴയ കാലത്ത് റേഡിയോയിലൂടെ ഒന്നില്ലെങ്കിൽ ഒരു എന്താ പറയാ ഡോക്ടറുടെ ഒരു കാര്യം, ഒരു വൈദ്യം പറയുന്ന കാര്യം അതേമാതിരി വളരെ തന്മയത്വത്തോടുകൂടിയിട്ട് നല്ല രസത്തിൽ പറഞ്ഞു. പക്ഷെ ഇത് മാത്രം ഉണ്ടായുള്ള കുഴപ്പമില്ല. എന്നാലും ഒരു പ്രത്യേക രീതിയിൽ നിന്ന് മീഡിയേഷൻ്റെ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുവന്നു. സാധാരണ വഴിയിൽ നിന്ന് കുറച്ച് മാറി സഞ്ചരിച്ചു. എന്നാലും വലിയ അപകടമൊന്നും ഉണ്ടായില്ല. മനസ്സിലാകും. പിന്നെ ഓരോ അജണ്ട സെറ്റിംഗ് അത് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം സെറ്റിൽമെന്റ് പോകാൻ പാടുള്ളൂ. ഇത് സെറ്റിൽമെന്റിന്റെ ഇടയിലാണ് ഓരോ അജണ്ടയും വീണ്ടും വീണ്ടും സെറ്റിൽ ചെയ്തുകൊണ്ടേയിരുന്നത്. അതിന് പകരം ഒന്ന് ഇത്. അപ്പൊ നമ്മൾ അതിന് സൊല്യൂഷൻ രണ്ടത് ആദ്യത്തെ കഴിഞ്ഞാൽ മൊത്തം എഴുതേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പോ ഹരിശങ്കറും രവിശങ്കർ രണ്ടും ആയിട്ടും സിസ്റ്ററിന്റെ ഈ ഒരു പാളിച്ച ഇത്ര ആൾക്കാരോട് ചോദിച്ചിട്ട് ആരും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം മീഡിയേറ്റർ തന്നെ പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം വരാന്ന് പറഞ്ഞത്. ഇത് ചിലപ്പോ അവര് വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും. ഞങ്ങൾ ഇതും ശരിക്കും ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാ, ഡിഫോൾട്ട് ക്ലോസിന്റെ കാര്യം. പക്ഷേ സിസ്റ്ററിന് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞപ്പോഴാണ് അത്ര ഞങ്ങൾക്ക് വേണ്ടിയിരുന്നു. അത്രയും നേരം ഒരാളോട് ചോദിച്ചു, രണ്ടാമത്തോട് മൂന്നാമത്തെ ആളോട് ചോദിക്കുമ്പോഴേ അവർ ചിന്തിക്കേണ്ടതാണ് അപ്പൊ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് അല്ലേ. അവരില്ലേ ഞങ്ങൾക്ക് തിങ്ക് ആൻഡ് ഡു നോ റോങ്, ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല, ഞങ്ങളുടെ സീനിയേഴ്സിനും തെറ്റുപറ്റില്ല. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. മാഡം അപ്പം നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. മാഡം അല്ലേ? മാമില്ലേ? കുഴപ്പമില്ല. ഹലോ മാം ഇതൊക്കെ കേട്ട് പോയിന്ന് തോന്നുന്നു സർ. അതല്ല, ഇപ്പൊ നമ്മള് 6:47 അത്ര 6:45 ആവുന്നല്ലേ ഉള്ളു. അപ്പൊ നമ്മൾ ടൈം എടുക്കുന്ന വെച്ചിട്ടാണ് മാഡം. പറഞ്ഞോളൂ. ഇവരെ ഞാൻ വൈൻഡപ്പ് ചെയ്തു. കാരണം ഒരു ചോദ്യത്തിൽ പിടിച്ചു. ആ ചോദ്യം എല്ലാവരും ജോയിന്റ് സിവിൽ ലയബിലിറ്റി ഉള്ള കാരണം എല്ലാവരും പെട്ടു. ആർക്കും അത് ഡിബേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അവസാനം കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷർക്കട്ട വന്നു. അപ്പൊ അത് കാരണം പെട്ടെന്ന് തീർന്നു. അതുകൊണ്ട് എനിക്ക് വലിയ എഫർട്ട് എടുക്കേണ്ടി വന്നില്ല. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ കേട്ടോ. എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റില്ല സർ, ഞാൻ ലേറ്റ് ആയിട്ടാ വന്നത്. കുഴപ്പമില്ല. എന്തായാലും റെക്കോർഡ് ഉണ്ടല്ലോ. അത് ഞാൻ കേട്ടോളാം. എന്തോ കുഴപ്പമുണ്ട്, ഇവര് എവിടുന്നോ എടുത്താണെന്നൊക്കെ പറയുന്നത് കേട്ടു. അല്ല, അതൊന്നും പ്രശ്നമില്ല. ഇതെന്താന്ന് വെച്ചാല് എല്ലാവരും കൂടി തീരുമാനിച്ചുണ്ടാക്കണ കാര്യമാകുമ്പോ അവർക്ക് ഒരിക്കലും തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ചില മീഡിയേഷനിൽ ഒബ്സർവേഴ്സ് അങ്ങനെയുള്ള മാറ്റർ ആണെങ്കിലും അവരത് നോക്കി പറയുന്നുണ്ട്. അപൂർവം ഇന്നലത്തെ മീഡിയേഷനിൽ അങ്ങനെ, കഴിഞ്ഞ മീഡിയേഷനിൽ അങ്ങനെ അത് അപൂർവമായിരുന്നു. മറ്റേത് എല്ലാവരും ജോയിന്റ് ആൻഡ് സിവിൽ ലയബിലിറ്റി കൊണ്ട് ഒബ്സർവേഴ്സ് പലപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതിന്റെ റീസൺ ഇതാണ്. പിന്നെ 2 ഒബ്സർവേഴ്സ് വന്നാൽ അറിയാം ഒരാള് മറ്റാളെ ചുറ്റിപ്പറ്റി വന്നാണെന്നുള്ളത്. ഇവിടെ അതന്നെ സംഭവിച്ചത്. ഷിജി ശങ്കർ ഹരിശങ്കറിന് അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ശരി സർ. താങ്ക് യു സർ. താങ്ക് യു സർ.